ബ്രഹ്മസൂത്രം ഒന്നാം സൂത്രത്തിന്റെ ഒന്നാം പാദം, ഒന്നാം അധ്യായം, ഒന്നാം പാദം, ഒന്നാം സൂത്രം അല്ലേ? 1:1:1 34-ാമത്തെ പേജില് താഴേന്ന് 4-ാമത്തെ പംക്തി ടീക്ക, രത്നപ്രഭയുടെ ഭാഷ്യരത്നപ്രഭയുടെ 4-ാം പംക്തി. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത് ഇവിടെ? ഇപ്പോൾ അധശബ്ദത്തിന് ആനന്തര്യമാണ് അർത്ഥം എന്നുള്ളത് സിദ്ധാന്തി അവതരിപ്പിക്കുകയാണ്. അവിടെ പൂർവക്ഷി മംഗളാർത്ഥമാവാം എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ എന്താ പറഞ്ഞത്? അർത്ഥാന്തരത്തിലാവാം എന്ന്. ഇതിനെയൊക്കെ സിദ്ധാന്തി നിരാകരിച്ചു. ഇനി മുന്നോട്ടേക്ക് പോകുന്നത് ആനന്തര്യാർത്ഥം എങ്ങനെയൊക്കെ വരാമെന്ന് കാണിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ക്രമം കാണിക്കാൻ പറ്റത്തില്ല. ശ്രീ ക്രമസ്യ വിവക്ഷത്വന ഇത ക്രമ. ഹൃദയാദി അവദാന സ്ഥലത്ത് ആനന്തര്യത്തിന്റെ നിയമമായിരിക്കുന്ന ക്രമം ഉണ്ടായിരുന്നു. പക്ഷേ തഥാ ഇഹ ക്രമ വിവക്ഷിത ശേഷശേഷി ഭാവ അഭാവാന്ന് പറഞ്ഞു. ഇത് 29-ാമത്തെ പേജിൽ 3-ാം പംക്തിയിലാണ് ഈ പ്രസംഗം ആരംഭിക്കുന്നത്. നനു ഇഹ കർമ്മ അവബോധനാർത്ഥം വിശേഷ എന്ന് പറഞ്ഞു. ഇല്ല, ബ്രഹ്മജിജ്ഞാസ ധർമ്മജിജ്ഞാസ തമ്മിൽ കർമ്മം നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? പ്രാഗപി അധീത വേദാന്തസ്യ ബ്രഹ്മജിജ്ഞാസ ഉപപത്തേഹേ. പ്രാഗപി ധർമ്മജിജ്ഞാസായ എന്നുവെച്ചോളൂ. ധർമ്മജിജ്ഞായ പ്രാഗപി, അതായത് വേദാധ്യയനം കഴിഞ്ഞു. അവിടെ ധർമ്മജിജ്ഞാസ നടന്നിട്ടില്ലെങ്കിലും ബ്രഹ്മജിജ്ഞാസ സംഭവിക്കും. അതുകൊണ്ട് ധർമ്മജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസകൾ തമ്മിൽ പരസ്പരം ക്രമം നിലനിൽക്കുന്നില്ല. ആയതുകൊണ്ട് ധർമ്മജിജ്ഞാസാനന്തരം ബ്രഹ്മജിജ്ഞാസ, അത് കാണിക്കാനാണ് അധശബ്ദം ആനന്തര്യം, ക്രമം പറയാനാണ് എന്നർത്ഥം കിട്ടും. ഇവിടെ കൊണ്ടുവച്ച് നോക്കണേ. അല്ലെങ്കിൽ എന്താ പ്രസംഗം എന്ന് പറഞ്ഞാലേ, നിങ്ങൾക്ക് ഇവിടെ ഒരു ആനന്തര്യ അർത്ഥം ഇല്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഏതിന് അനന്തരം എന്നുള്ളത് പറയണം. പക്ഷേ ചില കാര്യങ്ങളുടെ അനന്തരത അവിടെ പറയാൻ പറ്റത്തില്ല. കർമ്മജ്ഞാനാനന്തരമെന്നോ ധർമ്മജ്ഞാനാനന്തരമെന്നോ ഉള്ള ഒരു ക്രമം പറ്റത്തില്ല. പിന്നെ ഏതായിരിക്കും ക്രമം എന്നുള്ളത് മുന്നോട്ട് പറയാം. പക്ഷേ പൂർവപക്ഷ അഭിപ്രായപ്പെടുന്ന ചില ക്രമങ്ങളെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. അതായത് ഒരാൾ തന്നെയാണ് ധർമ്മജിജ്ഞാസയ്ക്കും ബ്രഹ്മജിജ്ഞാസയ്ക്കും അധികാരി ആയതിനാൽ ഗൃഹസ്ഥൻ തന്നെയാണ് സന്യാസത്തിനും അധികാരി. എന്തുകൊണ്ടാന്ന് പറഞ്ഞാലേ, നമ്മൾ ഈശാവാസ്യത്തിലെ പറഞ്ഞിട്ടുണ്ട്, ഈശാവാസ്യം ഇതം സർവം യത്കിൻ ജഗത്യാൻ ജഗത് തേന തെക്തേന. തെക്തേന എന്നുള്ളതിന് എന്താർത്ഥം ചെയ്തവിടെ? ത്യാഗേന. ത്യാഗേന. ത്യാഗശബ്ദത്തിന് എന്താർത്ഥം? സന്യാസേന. സന്യാസം. സന്യാസം എന്തിനു കാരണം? ജ്ഞാനത്തിന് കാരണം. ജ്ഞാനത്തിന് കാരണം. ഏതുപോലെ? കർമ്മം ശ്രവണാദികൾ പോലെ. ശ്രവണാദികൾ എപ്രകാരം കാരണമാകുന്നുവോ അപ്രകാരം കാരണമാണ്. കർമ്മം കാരണമാണ്, പക്ഷേ കർമ്മം ദൂരത്തിരുന്നിട്ടാണ് കാരണം. ठीक है. ആരാധുപകാരവും സന്നിപത്തുപകാരവുമായിട്ട് മാറ്റുന്നത് പോലെ ഇവിടെ വളരെ സന്നികൃഷ്ടം, തൊട്ടടുത്ത് അവ്യവഹിത ഹേതുവായിട്ട് നമ്മൾ ശ്രവണ മനന നിധിധ്യാസനം എന്നുള്ള വിചാരത്തെ എടുക്കുന്നത്. ठीक है. അവിടെയും പറയുന്നുണ്ട് സന്യാസ ശ്രവണം കുര്യാത് സമ്പദാർത്ഥ വിവേകായ സന്യാസ സർവകർമ്മണാം. ठीक है. സമ്പദാർത്ഥ നിരൂപണത്തിനായിട്ടാണ് സകല കർമ്മങ്ങളുടെ സന്യാസം വിധിക്കുന്നത് തന്നെ. അല്ലാതെ സന്യാസം ഉപാസന നടത്താനോ ഗുരുശുശ്രൂഷ നടത്താനോ. ठीक है. ഹിന്ദുമതം രക്ഷിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്, നിങ്ങളെ മക്കളൊക്കെ പെട്ടുപോയതിന് ഈ സിദ്ധാന്തം കയ്യിൽ വെച്ചാൽ മതി. പറയത്തില്ലേ, മാനവസേവ മാധവസേവ മാ അധസേവ. അങ്ങനെയൊക്കെ തള്ളുന്ന കുറെ സംഭവം ഉണ്ടാവും. അങ്ങനെയൊന്നല്ല ശാസ്ത്രം പറയുന്ന ശാസ്ത്രത്തിന്റെ രീതിയുണ്ട്. ഇന്നലെയും സ്വാമിജി ഗവർണർ പറഞ്ഞു മാനവസേവ മാധവസേവ. ഗവർണറല്ലോ ഇവിടുത്തെ പ്രമാണം. ഇവിടെ അത് ശരിയാണ്. മാനവന്റെ സേവ മാധവന്റെ സേവ, അതെന്താ ഏത് മാധവനായിരിക്കും എന്നുള്ള അവരോട് ചോദിച്ചു. അപ്പൊ ഇനി നമ്മൾ ഇവിടുത്തെ പ്രസംഗം കൊണ്ടുപോവാണ്. നനു മീമാംസയോഹോ ശേഷശേഷിത്വം അധികൃത അധികാരത്വം ചമ്മ അസ്തു. മീമാംസകൾ തമ്മിൽ, ഏതൊക്കെ? ബ്രഹ്മമീമാംസയും ധർമ്മമീമാംസയും തമ്മിൽ ശേഷശേഷി ഭാവം ഇല്ലാതിരിക്കട്ടെ. പൂർവപക്ഷി അംഗീകരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കയറി സ്വന്തം അഭിപ്രായം പറയാൻ തുടങ്ങും. അധികൃത അധികാരത്വം ച മ അസ്തു ഇല്ലാതിരിക്കട്ടെ, സമ്മതിച്ചു. ഒരേ അധികാരി തന്നെ ധർമ്മമീമാംസയ്ക്കും
ബ്രഹ്മമീമാംസയ്ക്കും അധികാരി അല്ലാതിരിക്കട്ടെ, അഥവാ അവ തമ്മിൽ പരസ്പര ശേഷശേഷിഭാവം ഇല്ലാതിരിക്കട്ടെ, എന്നിരുന്നാലും ഏക മോക്ഷ ഫലകത്വേന ഏകകർത്തൃകത്വം സ്യാദേവ, ഏകമായിരിക്കുന്ന മോക്ഷമാണ് രണ്ടിന്റെയും ഫലം. ഇത് പൂർവപക്ഷിയുടെ അഭിപ്രായമാണ്. നിങ്ങൾ ഇത് ഈശാവാസ്യത്തിൽ കണ്ടതാണ്. അവസാന പാർട്ടിൽ ഇതൊക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഏക മോക്ഷ ഫലകത്വേന കയോഹോ ധർമ്മബ്രഹ്മ ജിജ്ഞാസയോഹോ ഫലം ഏകമേവ ഭവതി. രണ്ടിന്റെയും ഫലം ഏകമായിരിക്കുന്ന മോക്ഷമാണ്. കാരണം അത് മുന്നോട്ട് പറഞ്ഞുതരാം എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളത്. ആയതിനാൽ ഏകകർത്തൃത്വം കിട്ടൂലേ? ഏകകർത്തൃകമായിരിക്കുന്ന സ്ഥലത്ത് രണ്ട് കർമ്മങ്ങൾക്ക് ഒരേ കർത്താവാണെങ്കിൽ അത് ക്രമത്തിലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ ബ്രഹ്മജിജ്ഞാസയ്ക്കും ധർമ്മജിജ്ഞാസയുടെയും കർത്താവ് ഒരാളാണെങ്കിൽ അത് ക്രമത്തിലല്ലേ വരത്തുള്ളൂ. ആയതുകൊണ്ട് ധർമ്മജിജ്ഞാസയ്ക്ക് ശേഷം ബ്രഹ്മജിജ്ഞാസ എന്ന് വരത്തില്ലേ? ഈ ക്രമം നമുക്ക് അധശബ്ദം കൊണ്ട് പറയാൻ പാടില്ലേ എന്നുള്ളതാണ് പൂർവപക്ഷിയുടെ ആശങ്ക. വദന്തി, ഇങ്ങനെയും പറയുന്നുണ്ട്. ജ്ഞാനകർമ്മഭ്യാം മുക്തി ഇതി സമുച്ചയവാദിന. ഇത് വേദവചനമൊന്നല്ല, സമുച്ചയവാദികൾ പറയുന്നതാണ് ജ്ഞാനകർമ്മങ്ങൾ ചേർന്നിട്ട് മുക്തി. ഇത് നിങ്ങളുടെ ഈശാവാസ്യത്തിന്റെ ലാസ്റ്റ് പാർട്ട്മെന്റിൽ നിങ്ങൾ തൊട്ടടുത്ത് ഈശാവാസ്യം പഠിച്ചത് കൊണ്ടാണ് അത് പറയുന്നത്, അല്ലാതെ പല ഗ്രന്ഥങ്ങളിലും ഈ പ്രസംഗമുണ്ട്. ചിലര് സമുച്ചയവാദികളാണ്. നമ്മൾ ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാല് എല്ലാ സോക്കോൾഡ് ഗുരുക്കന്മാരുടെയും വായിന്നൊരു കാര്യം വരും. ഉപാസന ചെയ്ത് 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 നിർഗുണത്തിലെത്തും. ഒരു കാക്ക പറന്ന് 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 കൊക്കായി മാറി. സഗുണ ഉപാസന സ്ഥലത്ത് നിർഗുണോപാസന എത്തത്തില്ല. ഉപാസന ചെയ്തങ്ങ് നിർഗുണത്തിലെത്തത്തില്ല. നിർഗുണ ഉപാസന ചെയ്ത് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാല് ജ്ഞാനത്തിലെത്തൂല. ജ്ഞാനത്തിലെത്തണ പ്രമാണം എന്താണ്? അന്ധകരണ ശുദ്ധിക്ക് കാരണമായി മാറും. അല്ലെങ്കിൽ ആ ഉപാസന ഹിരണ്യഗർഭ ലോകത്തിൽ എത്തിച്ചിട്ട് അവിടുന്ന് ഹിരണ്യഗർഭന്റെ ഉപദേശമാണ് അവിടെയും. ഈ യമന്റെ അടുത്തെ നിങ്ങളുടെ കൊച്ചുകുഞ്ഞ് എത്തിച്ചേർന്ന സമയത്ത് അവിടെ മകനെ ഈ സഹസ്രനാമം ചൊല്ലൂ, നിനക്ക് ജ്ഞാനം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കുണ്ടലിനിവാസം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവിടെ എന്താ ഉപദേശിച്ചത്? ആ ഉപദേശമാണ് ഗ്രന്ഥരൂപത്തിൽ നമുക്കും കിട്ടിയത്, അല്ലേ? അതാണ് കഠോപനിഷത്തിന് മൊത്തം ആഖ്യാനതാണ്. അപ്പൊ എവിടെ പോയാലും ജ്ഞാനം ഉപദേശം കൊണ്ടേ നടക്കത്തുള്ളൂ. ബ്രഹ്മസൂത്രത്തിന്റെ കുറെ മുന്നോട്ട് ലാസ്റ്റ് അധ്യായങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ കാണാം ഈശ്വര അനുഗ്രഹം കൊണ്ടും ജ്ഞാനം പറയും. ഈശ്വരാനുഗ്രഹം കാരണമാണ്, പക്ഷെ പ്രമാണമാണ് അവിടെ ജ്ഞാനത്തെ ജനിപ്പിക്കുന്നത്. പ്രമേയും പ്രമാണവും തമ്മിലാണ് ബന്ധം. അപ്രമാണവും പ്രമേയും തമ്മിൽ ബന്ധമില്ല. അപ്രമാണത്തിൽ നിന്ന് ഭ്രമം ജനിക്കത്തുള്ളൂ. ജ്ഞാനകർമ്മഭ്യാമുക്തി ഇവിടുത്തെ തഥാച ജ്ഞാനകർമ്മഭ്യം മുക്തിരിതി സമുച്ചയവാദിന. സമുച്ചയവാദികൾ സമുച്ചയം ജ്ഞാനകർമ്മ സമുച്ചയം സിദ്ധിക്കുമെന്ന് വാദിക്കുന്ന പൂർവപക്ഷിയുടെ അഭിപ്രായമാണിത്. ഏവം ഏക വേദാർത്ഥ ജിജ്ഞാസകത്വാച്ച ഏകകർത്തൃകത്വം. ഏക വേദാർത്ഥം, ഏകമായിരിക്കുന്ന വേദാർത്ഥമാണ് ഇവിടുത്തെ മോക്ഷം. ഓക്കെ, ആ മോക്ഷമാണ് ജിജ്ഞാസയുടെ വിഷയം എന്നുള്ളത് കൊണ്ട് ഏക വേദാർത്ഥ ജിജ്ഞാസ്യകത്വാച്ച ഏകാർത്ഥകത്വം. ഏകമായിരിക്കുന്ന വേദാർത്ഥമാണ് ജിജ്ഞാസ്യമായിരിക്കുന്നത്. യാതൊരു ബ്രഹ്മജിജ്ഞാസയുടെയും ധർമ്മജിജ്ഞാസയുടെയും ആ ബ്രഹ്മധർമ്മ ജിജ്ഞാസകളിലിരിക്കും ഏക വേദാർത്ഥ ജിജ്ഞാസികത്വം. അതുകൊണ്ട് എന്ത് പറ്റും? ഏകകർത്തൃകത്വം. കാരണം രണ്ടും കൂടി ചേർന്നിട്ട് ഒരു ഫലം കിട്ടത്തുള്ളൂ, മോക്ഷം. പൂർവപക്ഷിയുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് ഇവിടുത്തെ കർത്താവും ഒരാൾ തന്നെയായിരിക്കും. ഒരാൾ കർത്താവായി മാറിക്കഴിഞ്ഞാല് ക്രമത്തിലേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ധർമ്മജ്ഞാനം അല്ലെങ്കിൽ ധർമ്മമീമാംസ ബ്രഹ്മമീമാംസയും തമ്മിൽ ക്രമം പറയാൻ വേണ്ടിയാണ് അധശബ്ദ പ്രയോഗം നടത്തിയത് എന്ന് പൂർവപക്ഷി. തഥാച ആത്മീയാദി ഷഡിയാകാനാം ഏകസ്വർഗഫലകാനാം ദ്വാദശാധ്യായാനാം ച ഏകധർമ്മ ജിജ്ഞാസ്യകാനാം ക്രമവത് തയോ ക്രമോ വിവക്ഷിതഃ ഇതി ക്രമാർത്ഥോ അധശബ്ദഃ ഇതി ആശങ്ക്യ ആഹ. തഥാച അപ്രകാരം ആത്മീയാദി ഷഡിയാകാനാം. ഇത് എവിടത്താണിത്? ദർശപൂർണമാസിയാഗ സ്ഥലത്ത് ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് നമ്മള്. മൂന്ന് യാഗങ്ങൾ അല്ലെ? ആഗ്നേയം, അഗ്നിശോമയം, ഉപാംശു, ആഗ്നേയം, ഐന്ദ്രം ദതി, ഐന്ദ്രം പയഹ എന്നുള്ള 6 യാഗങ്ങൾ. ഇവയെല്ലാം തന്നെ ആഗ്നേയാദി ഷഡ്യാഗാനാം. ഇവയുടെ ഫലം എന്താ? ഏകമായിരിക്കുന്ന സ്വർഗം ആണ് ഫലം കൊടുക്കുന്നത്.
അപ്പൊ ഏകമായിരിക്കുന്ന സ്വർഗം ഫലം കൊടുക്കുന്ന 6 യാഗങ്ങൾ ഒന്നിച്ചങ്ങോട്ട് അനുഷ്ഠിച്ചാൽ പോരെ? പറ്റത്തില്ല, ക്രമം വേണം. അതേപോലെ ഏകമായിരിക്കുന്ന മോക്ഷം ഫലം കൊടുക്കുന്ന ധർമ്മ ബ്രഹ്മ ജിജ്ഞാസകൾ തമ്മിൽ ക്രമമുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ദൃഷ്ടാന്തമാണ് ഈ കാണിച്ചത്. ദ്വാദശാധ്യായാനം ച ഏകധർമ്മ ജിജ്ഞാസികാനാം. ഏകമായിരിക്കുന്ന ധർമ്മമാണ് ജിജ്ഞാസ്യം. ഏതിന്റെ? പൂർവമീമാംസയുടെ. പൂർവമീമാംസ ഗ്രന്ഥത്തിന് 12 അധ്യായമാണ്. അതുകൊണ്ടാണ് ദ്വാദശാധ്യായാനാം, 12 അധ്യായങ്ങളോടുകൂടി ഇരിക്കുക. ഈ പൂർവമീമാംസയുടെ എപ്രകാരം ക്രമമുണ്ടോ? കാരണം ഒരേ ആള് തന്നെയാണ് ഈ 12 അധ്യായം പഠിച്ചു തീർക്കുന്നത്. അപ്പം അവിടെ ക്രമത്തിലേ വരാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ ഏകകർത്തൃകമാണെങ്കിൽ അവിടെ ക്രമം വന്നേ പറ്റത്തുള്ളൂ. ക്രമവത്ത് എപ്രകാരം ഇവയ്ക്ക് രണ്ടിന് ക്രമമുണ്ടോ, തയോഹ ക്രമോ വിവക്ഷിത. ഏത് തമ്മിലുള്ള ക്രമം? ധർമ്മജിജ്ഞാസയ്ക്കും ബ്രഹ്മജിജ്ഞാസയ്ക്കും. തയോഹോ ധർമ്മ ജിജ്ഞാസയോഹോ ക്രമോ വിവക്ഷിത. ക്രമം വിവക്ഷിതമാണ്. ഏതിനാല്? അധശബ്ദത്താലുള്ളതാണ് പറഞ്ഞത്. ഇതി ക്രമാർത്ഥോ അധശബ്ദ. ഇതി ക്രമം കാണിക്കാനാണ് അധശബ്ദമെങ്കിലോ ഇതി ഇത്യാശങ്ക്യ എന്ന ആശങ്ക നടത്തെ എന്ന് പൂർവപക്ഷി ആശങ്ക നടത്തുമ്പോൾ സിദ്ധാന്തി ഇതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ ഉത്തരം കൊടുക്കുകയാണ്. അല്ല, ഇവിടെ പൂർവപക്ഷി പറഞ്ഞത് എടുത്താ പോരെ? ഈ പൂർവപക്ഷിയുടെ അഭിപ്രായം പ്രമാണമായിരിക്കുന്ന ആൾക്കാരില്ലേ? ഉണ്ട്. ഈ പൂർവപക്ഷിയാണോ സിദ്ധാന്തിയാണോ കൂടുതൽ ലോകത്തുള്ളത്? ദ്വൈതികളാണോ അദ്വൈതികളാണോ കൂടുതലുള്ളത്? ദ്വൈതികൾ. ഒരു അന്ധൻ സൂര്യനെ കാണത്തില്ല. പക്ഷെ ഒരു 100 അന്ധന്മാര് ഒന്നിച്ചിരുന്നത് നോക്കിയാൽ ചിലപ്പോൾ സൂര്യനെ കാണാൻ പറ്റില്ലേ? പറ്റൂല. മനസ്സിലായോ? ഇതേപോലെ എത്ര അജ്ഞാനികൾ, എത്ര ദ്വൈതികൾ കൂടിച്ചേർന്നിരുന്നാലും അവര് സിദ്ധിക്കുന്ന കാര്യം വാസ്തവല്ല, ശാസ്ത്രീയമല്ല. അതുകൊണ്ടാണ് ഖണ്ഡനം നേരിടുന്നത്. അപ്പൊ ഉപാസന എന്താണ്, വിചാരം എന്താണെന്ന് തിരിച്ചറിയാതെ ഉപാസനാകാണ്ഡത്തെ വേദാന്തമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് സഗുണത്തിൽ നിന്ന് നിർഗുണത്തിലെത്തും, നിർഗുണത്തിൽ ജ്ഞാനത്തിലെത്തും എന്നുള്ളതൊന്നും പറഞ്ഞേക്കരുത്. ഇവിടെ വിചാരം എന്നുള്ള മാർഗമേ അലകാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് പഠിക്കാൻ വേദാന്തം, ചെയ്യാൻ കാമാന്തം എന്ന് പറഞ്ഞാൽ ഉപാസന. ഇതൊരു ട്രെൻഡ് 1-2 പേർക്കല്ല, നമ്മൾ നിങ്ങളുടെ പലരുടെയും വഴി നോക്കി പിടിച്ചു കഴിഞ്ഞാൽ അതേ ഉള്ളൂ സാധനം കയ്യിൽ. അവസാനം കിണ്ടിൻ വിളക്കിലെത്തും. അല്ലാണ്ട് വിചാരത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. അത് പറയുന്ന ആള് ശ്രദ്ധിക്കണം, എങ്ങനെ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ പറയുന്നതിന്റെ ഇടയിൽ ഈ ഉപാസനയെ തിരികെ കയറ്റാൻ നിൽക്കരുത്. ഉപാസനയുടെ ഖണ്ഡനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദേവത കൊണ്ട് ഗുണമില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇല്ലെന്ന് ആരെന്ന് പറയുന്നത്? ഓക്കെ, ഉപാസന നമ്മൾ നേരത്തെ കണ്ടില്ലേ, ചിത്തശുദ്ധി ദ്വാരാന്ന് കണ്ടോ? ആ ചിത്തശുദ്ധിക്കാണ് കാരണം. ഈ ചിത്തശുദ്ധി എന്ന് മാനിച്ചു കഴിഞ്ഞാല് പിന്നെ ജ്ഞാനം എങ്ങനെ മാനിക്കാൻ പറ്റും? ജ്ഞാനം പ്രമാണത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ ഉപാസന ചെയ്യാതെ എങ്ങനെ അന്ധക്കരണം ശുദ്ധമാവും? പറഞ്ഞിട്ട് പൂർവ്വജന്മകൃതമായിരിക്കുന്നതോ? വേറെ ഒരു ശ്ലോകമുണ്ട്, ദിനേ ദിനേതു വേദാന്ത വിചാരാത് ഭക്തി സംയുതാത് ഗുരു ശുശ്രൂഷയാ ലബ്ധ കൃച്ച അശ്രീതി ഫലം ലഭ്യത് എന്ന് പറയും. കൃച്ച ചാന്ദ്രായണം 28 ദിവസം കൊണ്ട് ഒന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ 80 കൃച്ഛചാന്ദ്രായണത്തിന്റെ ഫലമാണ് ഒരു ദിവസത്തെ ഗുരു ശുശ്രൂഷയോട് കൂടെ ചെയ്യുന്ന വേദാന്ത വിചാരത്തിന്റെ ഫലം. അപ്പം ഉപാസനയാണോ വേദാന്ത വിചാരമാണോ മുന്നിട്ട് നിൽക്കുന്നത്? അപ്പോഴും ഒരുപടി മുന്നില. മാരാർ അപ്പോഴും ഒരു പണത്തൊക്കെ മുന്നിൽ നിൽക്കും. ഇനി ഭാഷ നോക്കി, ധർമ്മ ബ്രഹ്മ ജിജ്ഞാസയോഹോ ഫല ജിജ്ഞാസ്യ ഭേദാത്. ധർമ്മ ജിജ്ഞാസസ്യ ബ്രഹ്മ ജിജ്ഞാസസ്യ രണ്ടാക്ക്. ഫലഭേദാത് ജിജ്ഞാസ്യ ഭേദാത്. ധർമ്മ ജിജ്ഞാസയുടെ ഫലം എന്നുള്ളത് സ്വർഗമാണ്. ബ്രഹ്മജിജ്ഞാസയുടെ ഫലം എന്നുള്ളത് മോക്ഷമാണ്. അപ്പം ഫലത്തിൽ ഭേദമുണ്ട്. ഇവയുടെ ജിജ്ഞാസ്യം, ധർമ്മജിജ്ഞാസയുടെ ജിജ്ഞാസ്യം, ധർമ്മം എന്നുള്ളത് കർമ്മം അല്ലെങ്കിൽ കർമ്മജന്യമായിരിക്കുന്ന പുണ്യപാവങ്ങൾ. ബ്രഹ്മജിജ്ഞാസയുടെ വിഷയം എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മസ്വരൂപമാണ്, അത് നിത്യമാണ്. ഇങ്ങനെ രണ്ടിന്റെയും ഫലത്തിലും ജിജ്ഞാസ്യ വസ്തുവിന്റെ കാര്യത്തിലും ഭേദമുള്ളതിനാൽ പരസ്പരം കാര്യകാരണഭാവത്തിൽ അഥവാ ക്രമത്തിൽ ഇരിക്കത്തില്ല എന്നർത്ഥം. നമുക്ക് ഫലഭേദാത് ജിജ്ഞാസ്യ ഭേദാച്ച ന ക്രമോ വിവക്ഷിത ഇത്യ അനുഷംഗ. അനുഷംഗം എന്ന് പറഞ്ഞാല് ക്ഷിഞ്ഞ് ബന്ധനെ കൂട്ടിച്ചേർത്ത് മനസ്സിലായിക്കൊള്ളുന്നർത്ഥം.
ബാക്കി ഭാഗം നിങ്ങൾ പദങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്യം സമ്പൂർണ്ണമാക്കണം. എങ്ങനെ? ഫലഭേദാത്, ഫലത്തിന്റെ ഭേദം കാണുന്നത് കൊണ്ട്. ഏതിന്റെ ഫലത്തില്? ധർമ്മ ബ്രഹ്മ ജിജ്ഞാസകളുടെ ഫലത്തിൽ ഭേദം കാണുന്നുണ്ട് ഒന്ന്. അതേപോലെ ജിജ്ഞാസ്യ ഭേദാത്, ധർമ്മ ബ്രഹ്മ ജിജ്ഞാസകളുടെ ജിജ്ഞാസ്യം, ജിജ്ഞാസയുടെ വിഷയമാണ് ജിജ്ഞാസ്യം, അതും ഭിന്ന ഭിന്നമാണ്. അതുകൊണ്ട് എന്ത് പറ്റും? ക്രമോന വിവക്ഷിത, ക്രമം വിവക്ഷിതമല്ല. യഥാ, എപ്രകാരം എന്നുള്ള ദൃഷ്ടാന്തം കാണിക്കാം. സൗര്യ ആര്യംണ പ്രാജാപത്യ ചരുണാം ബ്രഹ്മവർച്ചസ സ്വർഗ ആയുഷ് ഫലഭേദാത്. ഒന്ന് കഴിഞ്ഞു. യഥാവാ കാമ ചികിത്സാശാസ്ത്രയോർ ജിജ്ഞാസഭേദാത് ന ക്രമാപേക്ഷ തദ്വൻ മീമാംസയോർ ന ക്രമാപേക്ഷേതി ഭാവഃ. സൗര്യം ചരു നിർവപേത്. നിങ്ങൾ പൂർവമീമാംസ പഠിക്കുന്ന സമയത്ത് കാണാം. അപ്പോൾ ചരുയാഗമാണ്. ചരു എന്ന് പറഞ്ഞാല് അരി വേവിച്ച് അത് ഹവിസായി എടുക്കുന്നതിനെയാണ് നമ്മൾ ചരു എന്ന് പറയുന്നത്. ചിലർ പറയും ഒന്ന് അതിനെ നെയ്യ് ഒഴിച്ച് വറുത്ത് പിന്നെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നതും എന്നും കേൾക്കുന്നുണ്ട്. സൗര്യ ആര്യംണ പ്രാജാപത്യം, സൗര്യൻ ചരു എന്ന് പറഞ്ഞാൽ സൂര്യദേവത. ഏതൊരു ചരിയാക സ്ഥലത്ത് സൂര്യനാണോ ദേവത അതിനെ പറയും സൗര്യം. സൗര്യൻ ചരു, ചരു സൗര്യമാകുന്നു. ആര്യം പിന്നെന്താണത്? ആര്യംണ എന്നാട്ടോ എന്ന് പറഞ്ഞാല് അര്യമ ദേവതയായി കഴിഞ്ഞാല് ആര്യംണ എന്നായി മാറി ചരു. പ്രജാപതി ദേവതയാവുമ്പോൾ പ്രാജാപത്യം ചരു. ഇങ്ങനെ ഇരിക്കുന്ന ചരുയാഗങ്ങളുടെ ഫലം ഭിന്ന ഭിന്നമാണ്. ഏതൊക്കെയാ? ബ്രഹ്മവർച്ചസം. സൗര്യയാഗത്തിന്റെ സൗര്യൻ ചരുവിന്റെ ഫലമാണ് ബ്രഹ്മവർച്ചസം. ആര്യംണ ചരുവിന്റെ ഫലമാണ് സ്വർഗം. പ്രാജാപത്യ ചരുവിന്റെ ഫലമാണ് ആയുഷ് ഫലഭേദാത്. ഫലം ഭിന്ന ഭിന്നമായതിനാൽ എന്തില്ല? ക്രമമില്ല ഇവിടെ. അതേപോലെ മോക്ഷം ഫലം വേറെ, സ്വർഗം ഫലം വേറെ. അതുകൊണ്ട് മോക്ഷ സ്വർഗ ഫലങ്ങൾ നൽകുന്ന ജിജ്ഞാസ്യങ്ങൾ തമ്മിൽ, അതായത് ധർമ്മജിജ്ഞാസയും ബ്രഹ്മജിജ്ഞാസയും തമ്മിൽ ഭിന്ന ഭിന്നമായി പോയത് കൊണ്ട് അവിടെയും ക്രമം നടക്കത്തില്ലെന്നർത്ഥം. അടുത്ത ദൃഷ്ടാന്തം. യഥാവ, അല്ലെങ്കിൽ അടുത്ത ദൃഷ്ടാന്തം തരാം. കാമ ചികിത്സാ തന്ത്രം എന്ന് പറഞ്ഞ ശാസ്ത്രം എന്നർത്ഥാണ്. കാമശാസ്ത്രം ചികിത്സാശാസ്ത്രം തയോർ ജിജ്ഞാസ്യ ഭേദാത്, അവയുടെയും ജിജ്ഞാസ്യം, ജിജ്ഞാസയുടെ വിഷയം ഭിന്ന ഭിന്നമായതിനാൽ ന ക്രമാപേക്ഷ, അവിടെയും ക്രമത്തിന്റെ അപേക്ഷയില്ല. കാമശാസ്ത്രം പഠിച്ച ശേഷം ചികിത്സാശാസ്ത്രം പഠിക്കുക എന്നൊന്നും ക്രമമില്ല. അതേപോലെ മീമാംസയോർ ന ക്രമാപേക്ഷ, ധർമ്മമീമാംസ ബ്രഹ്മമീമാംസകൾ തമ്മിൽ ക്രമമില്ല. എന്തുകൊണ്ടാ? അവയുടെ ജിജ്ഞാസ്യം ഭിന്ന ഭിന്നമായതുകൊണ്ട്. അല്ലെങ്കിലോ അതിന് മുന്നത്തെ ദൃഷ്ടാന്തത്തിൽ എന്താ പറയുന്നത്? ഫലം ഭിന്ന ഭിന്നമായതുകൊണ്ട്. ഇപ്പൊ രണ്ടെണ്ണം എടുക്കാം. ഫലം ഭിന്ന ഭിന്നമായി കഴിഞ്ഞാൽ അവ തമ്മിൽ ക്രമം വരത്തില്ല. ജിജ്ഞാസ്യം ഭിന്ന ഭിന്നമായി കഴിഞ്ഞാൽ അവ തമ്മിൽ ക്രമം വരത്തില്ല. ഇനി നമ്മൾ തത്ര ഫലഭേദം വിവൃണോതി. രണ്ടെണ്ണം പറഞ്ഞല്ലോ. ഫലത്തിന്റെ ഭേദം, ജിജ്ഞാസ്യ വസ്തുവിന്റെ ഭേദം. ഇതിൽ ആദ്യം നമ്മൾ ഫലത്തിന്റെ ഭേദം കാണിച്ചു തരാം. ഭാഷ്യം കാണ്. 34 പേജിൽ രണ്ടാമത്തെ ഭാഷ്യപംക്തിയിലാണ് ഇനി നോക്കേണ്ടത്. അഭ്യുദയ ഫലം ധർമ്മജ്ഞാനം തച്ച അനുഷ്ഠാനാപേക്ഷം. അഭ്യുദയം സ്വർഗാദികളായിരിക്കുന്ന സുഖം, വസ്തുജന്യമായിരിക്കുന്ന സുഖം കിട്ടുന്ന സ്വർഗാദികളെയാണ് നമ്മൾ അഭ്യുദയം എന്ന് പറയുന്നത്. അതായത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ എന്ന് പറയപ്പെടുന്നു, വസ്തു ഉപലബ്ധമാവും, അതിൽ നിന്ന് വസ്തുജന്യമായിരിക്കുന്ന ആനന്ദം കിട്ടും. ഹിരണ്യഗർഭലോക സ്ഥലത്ത് ചിന്തിച്ചു കഴിയുമ്പോൾ തന്നെ ആനന്ദം കിട്ടും, വസ്തുവിന്റെ ആവശ്യമില്ല. വസ്തുജന്യ ആനന്ദമല്ല. പക്ഷെ ഹിരണ്യഗർഭലോകത്തെ കുറിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷ്യകാരൻ പറയും അത് സ്വപ്നം പോലെയും. അത് പറയാൻ കാരണം സ്വപ്നം എന്നുള്ളത് വ്യഷ്ടി സൂക്ഷ്മ സ്ഥിതിയാണ്. സമഷ്ടി സൂക്ഷ്മത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഹിരണ്യഗർഭസ്ഥിതിയാണ്. അത് പറയാനാണ്, അല്ലാതെ ഇല്ല എന്ന് പറയേണ്ടിട്ടല്ലത്. എന്നാല് ഭാഷ്യകാരന് എല്ലാ ലോകവും സ്വപ്നം പോലെയല്ലേ? ആണ് താനും. ഏതെങ്കിലും ഒരു ലോകം വാസ്തവമാണ്? ഇല്ല. ഭാഷ്യകാരന്റെ അല്ല കേട്ടോ, വേദാന്ത സിദ്ധാന്തമാണ്. അപ്പൊ എന്ത് പറഞ്ഞു? അഭ്യുദയ ഫലം ധർമ്മജ്ഞാനം. ധർമ്മജ്ഞാനം എന്നുള്ളതിനെ ധർമ്മത്തിന്റെ കാരണമായിരിക്കുന്ന മീമാംസയിൽ നിന്ന് ജനിക്കുന്ന കർമ്മത്തിന്റെ ഫലമാണ് ഈ അഭ്യുദയം എന്ന് പറഞ്ഞാല് സ്വർഗാദികളായിരിക്കുന്ന ഫലം നടത്തുക.
പക്ഷെ അവിടെ ഒരു പ്രസംഗം എന്താണ്? തച്ച അനുഷ്ഠാനാപേക്ഷ എന്നാ. ഈ അഭ്യുതമായിരിക്കുന്ന ഫലം കിട്ടണമെങ്കിൽ എന്ത് വേണം? അനുഷ്ഠാനം ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങളുടെ ശ്രവണാനന്തരം ജനിക്കുന്ന ബ്രഹ്മാകാര അപരോക്ഷ വൃത്തി എടുത്തിട്ടാണ് സംസാരിക്കത്തുള്ളൂ, അല്ലാതെ ശാസ്ത്രജന്യ വൃത്തി അല്ല ഇനി നമ്മൾ പറയുന്നത്. ബ്രഹ്മാകാര വൃത്തിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അനുഷ്ഠാനം അവശേഷിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ധർമ്മമീമാംസയുടെ ഫലം ധർമ്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അനുഷ്ഠാനത്തിന്റെ ആവശ്യമുണ്ട്, എങ്കിൽ മാത്രമേ അഭ്യുദയം കിട്ടത്തുള്ളൂ. ബ്രഹ്മ ജിജ്ഞാസയുടെ ഫലം അവിടുത്തെ ബ്രഹ്മജ്ഞാനം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുഷ്ഠാനത്തിന്റെ അപേക്ഷയില്ല. പക്ഷേ അപ്പോൾ ഒരു ചോദ്യം വരാം, ഇവിടെ ഇപ്പോൾ ഗ്രന്ഥ അധ്യയന അനന്തരവും അല്ലെങ്കിൽ മനന നിധ്യാസനത്തിന്റെ ആവശ്യമുണ്ടല്ലോ എന്ന്. നമ്മൾ പറയുന്നത് ശ്രവണ മനന നിധ്യാസനത്തിലൂടെ ഉത്പന്നമാവുന്ന ജ്ഞാന അനന്തരം പ്രവൃത്തി ആവശ്യമില്ല, അനുഷ്ഠാനം ആവശ്യമില്ലെന്നേ ഉള്ളൂ. അപ്പൊ ആ ബ്രഹ്മാകാര അപരോക്ഷ വൃത്തി എത്തിക്കാൻ നിരന്തരമായിരിക്കുന്ന ആവൃത്തി രസകൃത ഉപദേശാത് നിരന്തരമായിരിക്കുന്ന ശ്രവണ മനന നിധ്യാസനം ചെയ്തേ പറ്റത്തുള്ളൂ. ടീക്ക നോക്കിനി 35-ാം പേജിന്റെ ടീക്ക 2-ാം പങ്ക്തി. വിഷയ ആഭിമുഖ്യേന ഉദേദീത്തി അഭ്യുദയോ വിഷയാധീനം സുഖം. അഭ്യുദയ ശബ്ദത്തിന് അർത്ഥം പറയാണ് വിഷയത്തിന് അധീനമായിരിക്കുന്ന സുഖമാണ് അഭ്യുദയം. അതെങ്ങനെ ഉത്പന്നമാക്കുന്നത്? വിഷയ ആഭിമുഖ്യേന ഉദേതി, വിഷയം സന്നികൃഷ്ടമാവുമ്പോൾ വിഷയ സംബന്ധിയായിക്കൊണ്ട് ഏതൊരു സുഖമാണ് ഉത്പന്നമാവുന്നത് അതിനെന്ത് പറയും? അഭ്യുദയം. ഏതാണിത്? സ്വർഗാദികം. സ്വർഗാദികൾ തന്നെ സുഖമാണ്. എന്ന ദുഃഖേന സംഭിന്നം നജകരസ്ഥമനന്തരം അഭിലാഷോപനീതം ച തത്പദം സ്വപദാസ്പദം. സ്വഹ എന്നുള്ള സ്വർഗപദത്തിന്റെ ആസ്പദം, സ്വർഗ ശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പറയാണ് യത് ന ദുഃഖേന സംഭിന്നം. സംഭിന്നം സമ്മിശ്രിതം അർത്ഥം. ഏതൊന്നാണ് ദുഃഖത്താൽ സംബന്ധിക്കാത്തതും നജ ഗ്രസ്തമനന്തരം ആ സമയത്ത് സുഖം തന്നിട്ട് കുറച്ചു കഴിഞ്ഞാൽ ദുഃഖ സംബന്ധം നേരിടും വെച്ചാൽ അങ്ങനെയും ഇല്ല. ഇന്ന ദുഃഖേന സമ്പന്നം നിജഗ്രസ്തം അനന്തരം അഭിലാഷോപനീതം ച, ഇഷ്ടം കൊണ്ട് തന്നെ കിട്ടും. കാരണം ഇവിടെ ചെയ്തിരിക്കുന്ന പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ടാണ് സ്വർഗത്തിലെത്തുന്നത്. അവിടെ ഇച്ഛിച്ച സാധനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ സ്വർഗം എങ്ങനെ പറയും? നരകം എന്ന് പറഞ്ഞാൽ പറയും. അപ്പോൾ ആ ഒരു സ്ഥാനത്തെ നജഗ്രസ്തം അനന്തരം അഭിലാഷോപനിച്ച തത്പദം സ്വപദാസ്തത്പദം എന്നാണ്. ഇതിന് നമ്മൾക്ക് എല്ലാ സുഖത്തെയും സ്വർഗം എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം പുണ്യജന്യമായിരിക്കുന്ന ഫലമാണ് സ്വർഗം, അത് സുഖമാണ്. അതുകൊണ്ട് ഏതൊരു സുഖത്തെയും സ്വർഗം സാമാന്യമായിട്ട് പ്രയോഗിക്കുന്നില്ലെങ്കിലും വ്യുത്പത്തിയാൽ പ്രയോഗിക്കാം എന്നർത്ഥം. ചിലർക്ക് സ്വർഗം എന്നുള്ള യോഗം ഞങ്ങൾ മാനിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ മതി, സുഖത്തെയാണ് ഞങ്ങൾ സ്വർഗം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ മാനിക്കാത്തത് കൊണ്ടേ ഇവിടെ സിദ്ധാന്തം തോൽക്കൊന്നുമില്ല. കാരണം ജഗത്ത് മൊത്തം വിദ്യയാണ്, പിന്നെ ആരടുത്ത് ബാധിച്ച് ജയിക്കാന്? സുഖം സ്വർഗാധികം തച്ച ധർമ്മജ്ഞാന ഹേതോർ മീമാംസായ ഫലം. ധർമ്മജ്ഞാനം ഹേതുവായിരിക്കുന്ന യാതൊരു മീമാംസയുടേതാണോ, മീമാംസയിൽ നിന്ന് എന്ത് ഉത്തരമാവും? ധർമ്മജ്ഞാനം. ഓക്കെ, ആ മീമാംസയുടെ ഫലമാണ് എന്ന് പറഞ്ഞാല് ധർമ്മ വിചാരം നടത്തിയിട്ടുണ്ടാവുന്ന ഫലമാണ് സ്വർഗാദികൾ. ശരിക്കും ധർമ്മ വിചാരം നടത്തി അതിൽ നിന്ന് കർമ്മ അനുഷ്ഠാനം ചെയ്യുമ്പോൾ മാത്രമേ പുണ്യജന്യമായിരിക്കുന്ന സ്വർഗം പ്രാപിക്കത്തുള്ളൂ. കുറെ ഭാഗം എടുത്തു കളഞ്ഞാൽ അത് അറിയാമെന്നുള്ളത് കൊണ്ട് ഒഴിവാക്കി വിട്ടു. ന കേവലം ഫലസ്യ സ്വരൂപദോഭേദ കിന്തു ഹേതുദോപിത്യാഹ. ഫലം കൊണ്ട് മാത്രം ധർമ്മ ജിജ്ഞാസ ബ്രഹ്മ ജിജ്ഞാസകൾ തമ്മിൽ ഭേദമുണ്ട് എന്നല്ല, മറിച്ച് ഹേതുവിന്റെ രൂപത്തിലും ഭേദമുണ്ട്. ധർമ്മ ബ്രഹ്മ ജിജ്ഞാസകൾക്ക് ഫലത്തിൽ മാത്രമല്ല ഭേദം, ഹേതുവിലും ഭേദമുണ്ട്. അതാണ് മുന്നോട്ട് പങ്ക്തി വെച്ചത്. തച്ചാനുഷ്ഠാനാപേക്ഷം തദ്ക്കിം. അഭ്യുദയം എന്നുള്ള ഫലം ഉണ്ടല്ലോ, അത് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ നിശ്രേയസമായിരിക്കുന്ന ഫലം അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നില്ല. നിശ്രേയസ് എന്ന് പറഞ്ഞാൽ മോക്ഷം. മോക്ഷം കിട്ടാൻ അനുഷ്ഠാനമില്ല, പിന്നെന്ത് മതി? ജ്ഞാനം മതി. പക്ഷെ ധർമ്മ ജിജ്ഞാസ സ്ഥലത്ത് ആ പൂർവമീമാംസ ശാസ്ത്രത്തിൽ നിന്ന് ധർമ്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലം കിട്ടത്തില്ല. ബ്രഹ്മ ജിജ്ഞാസ സ്ഥലത്ത് ഉത്തരമീമാംസയില് ആ മീമാംസ ഫലമായിരിക്കുന്ന ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി?
ഫലത്തെ കാണിച്ചിട്ട്, അഭ്യുദയം എന്നുള്ള ഫലത്തെ കാണിച്ചിട്ട് അതിന്റെ ഹേതുവിനെടുത്ത് കാണിച്ച് പറയാണ് അവിടെ അനുഷ്ഠാനത്തിന്റെ അപേക്ഷയുണ്ട്. പക്ഷേ മോക്ഷഫലത്തില് അനുഷ്ഠാനത്തിന്റെ അപേക്ഷയില്ല. ഏതിനു ശേഷം? ജ്ഞാനാനന്തരം എന്ന് മനസ്സിലായിക്കോളും. നമോനാരായണ സ്വാമിജി. സ്വാമിജി, അധർമ്മികൾക്ക് ജ്ഞാനം കിട്ടുമോ? അധർമ്മികൾക്ക് അന്ധകരണ ശുദ്ധാണോ? അന്ധകരണ ശുദ്ധമാണെങ്കിൽ അന്ധകരണ ശുദ്ധാണെങ്കിൽ അധർമ്മി എങ്ങനെയാവും? ഇനി എന്തെങ്കിലുമൊക്കെ, അതായത് നിങ്ങൾക്ക് ബൃഹദാരണ്യത്ത് കാണാം, ഞാൻ മഹർഷിമാരെ തന്നെ ഒന്ന് കാട്ടുപട്ടികൾ കിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് പറയും. ആര്? ഇന്ദ്രൻ. അത് ജ്ഞാന അനന്തരമാണ്, ജ്ഞാനത്തിന് മുന്നേ അല്ല. അതെന്തിനാന്ന് പറഞ്ഞാല് ജ്ഞാനാനന്തരം കർത്തൃത്വമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണത്. ഇല്ല, എനിക്ക് ജ്ഞാനമുണ്ട്, ഞാൻ ലോകത്തെ നന്നാക്കിയും കാണിച്ചു തരാം എന്ന് പറ്റത്തില്ല. കാരണം ജ്ഞാനമുള്ള വ്യക്തിക്ക് ലോകമില്ല. ലോകമുണ്ടെങ്കിൽ ജ്ഞാനിയുമല്ല. സിമ്പിൾ ഇക്വേഷൻ വളരെ ചെറുതാണ്. ലോകമുള്ളവന് ജ്ഞാനമില്ല, ജ്ഞാനമുള്ളവന് ലോകമില്ല. അതുകൊണ്ട് നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. നമ്മൾക്ക് രാമന്റെയോ കൃഷ്ണന്റെയോ സ്ഥാനത്ത് വന്ന് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഇത് ശരിയാക്കി തരാം, ആ സ്പാനറും എടുത്ത് ഈ ജഗത്തിന്റെ ഈ നെട്ടായിരുന്നു തകരാറ്, ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയാൻ പറ്റില്ല. പുണ്യോ പുണ്യേന കർമ്മണ പാപപാപേന എന്ന് പറഞ്ഞാൽ പുണ്യമുള്ളവന് മാത്രമേ പുണ്യജന്മം കിട്ടത്തുള്ളൂ. ആ പുണ്യജന്മത്തിൽ മാത്രമേ വിചാര സമ്പന്നാവത്തുള്ളൂ. അത് മാത്രല്ല, ഒരു ശ്ലോകം കേട്ടിട്ടുണ്ടോ? ഈശ്വരാനുഗ്രഹാദേവ പുംസാം അദ്വൈത വാസന മഹാഭയകൃതത്രാണ ദ്വിത്രാണം യതി ജായതേ. 2-3 പേർക്ക് അദ്വൈത വേദാന്തത്തിൽ രുചി വരുന്നുണ്ടെങ്കിൽ അത് എത്രയോ ജന്മത്തിന്റെ ഫലമായിട്ട് ഈശ്വരൻ കൊടുക്കുന്ന അനുഗ്രഹമാണ്. ഈശ്വരൻ വെറുതെ അനുഗ്രഹ കാർഡൊന്നും കൊടുക്കുന്നില്ല. എന്റെ ആശ്രമത്തിൽ ജോലി ചെയ്താൽ ഈശ്വരൻ അനുഗ്രഹിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈശ്വരൻ പ്രത്യേകിച്ച് ആശ്രമം തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ട് ഈശ്വരാനുഗ്രഹം. അത് ആ പുണ്യം, അന്നത്തിനുള്ള പുണ്യമുള്ളവന് അന്നമേ കിട്ടത്തുള്ളൂ, ഭൂമിക്കുള്ള പുണ്യമുള്ളവന് ഭൂമിയെ കിട്ടത്തുള്ളൂ. സ്വർഗത്തിൽ പോകാനുള്ള പുണ്യം കൊണ്ട് ഹിരണ്യഗർഭലോകത്തിലോ, ഹിരണ്യഗർഭലോകത്തിലെ പുണ്യം കൊണ്ട് സ്വർഗത്തിലോ പോകാൻ പറ്റത്തില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഇങ്ങനെ ഉടയോൻ ഇങ്ങനെ വളരെ വ്യവസ്ഥ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേദാന്തത്തിലേക്ക് കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക അവിടെ. അതുകൊണ്ടാണ് ദ്വിത്രാണം എന്ന് പറഞ്ഞു നിർത്തിയത്. 2-3 പേർക്ക് വരുന്നുണ്ടെങ്കിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഇത് കോമൺ അല്ല. എത്രയും കൂടുതൽ ശിഷ്യന്മാരുണ്ടോ അവിടെ കച്ചവടമാണെന്ന് മനസ്സിലായി. കാരണം എന്താ, അവിടെ 2-3 പേർക്ക് വേണ്ടിയിട്ട് തന്നെ ചിലര് പബ്ലിസിറ്റി കൊടുക്കും. എന്ത് ജ്ഞാനികൾക്ക് 2 പേരെ വേണമെങ്കിൽ രക്ഷപ്പെടുത്താം, ഞങ്ങളെ ഗുരു അറിയാലോ ആര് പറയുന്ന നോക്കുള്ളത്. അങ്ങനെ നടക്കത്തുന്ന കാര്യമല്ലത്. അറിയാത്ത ഗുരുക്കന്മാർക്ക് എന്തുവേണേ വിളിച്ചറിയാം. അതല്ലല്ലോ ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ അധർമ്മി അധർമ്മിയായിട്ട് തുടരും, ധർമ്മി ധർമ്മിയായിട്ട് തുടരും. അതായത് ധർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ധർമ്മം കർമ്മത്തിൽ നിന്ന് ഉപാസനയിൽ നിന്ന് ഉത്പന്നമാവുകയാണ്. കർമ്മത്തിൽ നിന്ന് ധർമ്മം ഉത്പന്നമാവണമെങ്കിൽ അവിടെ ധനം ആവശ്യമുണ്ട്. ധനം ആർക്കേ ഉണ്ടാവത്തുള്ളൂ? പുണ്യത്തിന്റെ ഫലമാണ് ധനം. മനസ്സിലായോ? അപ്പൊ ഒരു അധർമ്മിക്ക് ധർമ്മം സമ്പാദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. അവനൊന്ന് രുചി വേണം. രുചി വന്നാലും അത് സമ്പന്നമാവണമെങ്കിൽ എന്ത് വേണം? ധനാദികൾ വേണം. അതുകൊണ്ടാണ് ധനാദികളുടെ അഭാവത്താല് കർമ്മം സമ്പന്നമാവുന്നില്ലെങ്കിൽ നിനക്ക് ഉപാസന പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഈ ഉഷാവ അശ്വസ്യമേദ്യസ്യ ശിരഹ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബൃഹദാരണ്യം തുടങ്ങുന്നത്. കേവലം അത് കഴിഞ്ഞല്ലോ അല്ലെ. ഇനി 3-ാം പംക്തിയില് ബ്രഹ്മജ്ഞാന ഹേതോർ മീമാംസായ ഫലം തൂ തത് വിരുദ്ധമിത്യർത്ഥ. ബ്രഹ്മജ്ഞാനത്തിന്റെ ഹേതുവായിരിക്കുന്ന മീമാംസ, ഏതിന്റെ മീമാംസയായിരിക്കും? ഉത്തരമീമാംസ. അതിന്റെ ഫലം എന്താണ്? നിശ്രേയസം. തത് വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അഭ്യുദയത്തിന് വിരുദ്ധമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അത് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നില്ല. ഇനി ഭാഷ്യം കാണ്. നിശ്രേയസ ഫലം 34-ാമത്തെ പേജിലാണ് 2-ാം പംക്തി ഭാഷ്യം. നിശ്രേയസ ഫലം തു ബ്രഹ്മവിജ്ഞാനം ന ച അനുഷ്ഠാനാന്തരാപേക്ഷം. അന്യോ അനുഷ്ഠാനാന്തരം. അനുഷ്ഠാനാന്തരം അന്യ അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നില്ല. അതായത് ജ്ഞാനാനന്തരം എപ്രകാരം ധർമ്മജിജ്ഞാസാ സ്ഥലത്ത് ധർമ്മജ്ഞാനാനന്തരം അനുഷ്ഠാനത്തെ അപേക്ഷിച്ചിരുന്നുവോ, ഇതേപോലെ ബ്രഹ്മജിജ്ഞാസാ സ്ഥലത്ത് ബ്രഹ്മ വിചാര അനന്തരം ഉണ്ടാവുന്ന ബ്രഹ്മജ്ഞാനത്താൽ എന്ന് പറയാം ബ്രഹ്മ മീമാംസയുടെ ഫലമായിരിക്കുന്ന ബ്രഹ്മവിജ്ഞാനം എന്നുള്ള അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി ഉത്പന്നമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരനുഷ്ഠാനത്തിന്റെ അപേക്ഷയില്ല. എന്നപ്പോൾ ജ്ഞാനി ഭിക്ഷാടനാദി പ്രവൃത്തികൾ നടത്തുമോ? നടത്തും. അതെന്തുകൊണ്ടാ? ബാധിതാനുവൃത്തി മാത്രം. അപ്പൊ നിശ്രേയസം ഫലം, നിശ്ചിതം ശ്രേയോ നിശ്രേയസം.
നിത്യഫലമായിരിക്കുന്നേ, നിത്യശ്രേയ ഫലമായിരിക്കുന്നേ കൈവല്യത്തെയാണ് നിശ്രേയസ് എന്ന് പറഞ്ഞത്. ടീക്ക ഒന്ന് നോക്കി എന്നിട്ട് ഇങ്ങോട്ട് വരാം. നിത്യം നിരപേക്ഷം ശ്രേയോ നിശ്രേയസം. നിത്യം ശ്രേയോ നിശ്രേയസ് എന്ന് പറയാ, അല്ലെങ്കിൽ നിരപേക്ഷം ശ്രേയോ നിശ്രേയസ് എന്ന് പറയാ. ശ്രേയസ് ശബ്ദമാണ്, പുല്ലിംഗല്ലത്, നപുംസലിംഗാണ്. ശ്രേയ, ശ്രേയസി, ശ്രേയാസി എന്ന് പറഞ്ഞു. നിരപേക്ഷം, മറ്റൊന്നിനെ അപേക്ഷിക്കാത്ത ഫലമാണ് നിശ്രേയസം. സോറി, മറ്റൊന്നിനെ അപേക്ഷിക്കാത്ത ശ്രേയസാണ് നിശ്രേയസം. ഈ സ്വർഗം എന്നുള്ളത് മറ്റേതിനെ അപേക്ഷിക്കുന്നുണ്ടോ? സ്വർഗം എന്നുള്ള ശ്രേയസ് ഏതിനെ അപേക്ഷിക്കുന്നുണ്ടോ? ഏതിനെ? കർമ്മത്തെ അപേക്ഷിക്കുന്നു. കർമ്മത്തെ അപേക്ഷിക്കും. കാരണം കർമ്മം എത്രയുണ്ടോ അത്രയും കാലേ സ്വർഗത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. കർമ്മം തീർന്നാൽ തിരിച്ചും പോരും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അപേക്ഷ. ഇവിടെ ഒന്നിനെ അപേക്ഷിക്കാത്തത് കൊണ്ട് എത്തിച്ചേർന്നാൽ പിന്നെ തിരിച്ചു വരില്ല. ചിലര് പറയും, എങ്ങനെ 400 വർഷം 200 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഈ ബാക്കി അവശേഷിച്ച ശിഷ്യന്മാരെ ശരിയാക്കാൻ ഞാൻ വേണ്ടി വരാൻ, ഒക്കെ കഥ. അവരുടെ ഗുരു വേറൊരു ലോകം തന്നെ അവർക്ക് വേണ്ടി പണിഞ്ഞിട്ടുണ്ട്. അതായത് ത്രിശങ്കു ലോകം പണിഞ്ഞ പോലെ ഓരോരോ ഗ്യാങ്, ഞങ്ങളെ ഗുരു ഞങ്ങൾക്ക് വേണ്ടി ഒരു ലോകമുണ്ട്, അവിടെ പോകും. കാരണം ഗോലോകം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ കഥ കേട്ടിട്ടില്ലേ? എന്തിന് ഞങ്ങളെ ഗുരുവിനെ കുറയ്ക്കുന്ന കേട്ടക്കട്ടെ, ठीक है, ഒരിക്കലും പിന്മാറരുത് മക്കളെ എന്ന് പറഞ്ഞോളൂ, അടിച്ചു നിന്നോളാം. അപ്പം ഓരോരോ ഗ്യാങ്ങിനനുസരിച്ച് ഓരോരോ കൾട്ടിന് സ്വന്തം ഗുരുക്കന്മാർക്ക് അനുസരിച്ച് ഇങ്ങനെ ലോകങ്ങൾ പിറന്നുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് വേണേ എടുത്തു വെച്ചോ, ആള് കാരണം അങ്ങോട്ട് പോകാൻ പറ്റാതാവും. തിരിച്ചു വന്നാലോ ഗുരുവും കൂടെ ഉണ്ടാവും. അടുത്ത ജന്മത്തില് ഗ്യാരണ്ടി കാർഡാണ്, ഗവൺമെന്റ് ഗ്യാരണ്ടി കാർഡ്. ठीक है, അടുത്ത ഞങ്ങൾ ശരിയാക്കി തരാം. ഇങ്ങനെ എന്താ കണ്ടു നിൽക്കണം. നിത്യം. ഇനി ഭാഷ നോക്ക്. നിശ്രേയസം ഫലം തു ബ്രഹ്മവിജ്ഞാനം. നിശ്രേയസമായിരിക്കുന്ന ഫലം കൊടുക്കുന്നതാണെന്ത്? ബ്രഹ്മവിജ്ഞാനം എന്ന് പറഞ്ഞാല് ബ്രഹ്മജിജ്ഞാസയുടെ ഫലമായിരിക്കുന്ന ബ്രഹ്മ അപരോക്ഷജ്ഞാനം കൊണ്ട് നിശ്രേയസം എന്നുള്ള കൈവല്യം ഉണ്ടാകും. അതായിരിക്കട്ടെ അനുഷ്ഠാനാന്തര സാപേക്ഷം നാ. അനുഷ്ഠാനാന്തരത്തെ അപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ ജ്ഞാനാനന്തരം ഒരു അനുഷ്ഠാനവുമില്ല. എന്തുകൊണ്ട് അനുഷ്ഠാനം ചെയ്യാൻ പറ്റാത്തത്? കർത്താവേ ഇല്ല. എന്തുകൊണ്ട് കർത്താവ് നഷ്ടപ്പെട്ടു പോയി? അജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ കർത്തൃത്വം ഉള്ളൂ. അജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ട് കർത്തൃത്വമില്ല. പിന്നെ നിങ്ങളിങ്ങനെ ഭിക്ഷയ്ക്ക് പോയി ബാധ്യത നിവൃത്തി മാത്രം, അവിടെ നമ്മൾ കർത്തൃത്വം മാനിക്കുന്നില്ല. നമുക്ക് 4-ാം പങ്ക്തി. നിത്യം ശ്രേയോ നിശ്രേയസം, അല്ലെങ്കിൽ നിരപേക്ഷം, മറ്റതിനെ അപേക്ഷിക്കാത്ത ശ്രേയസിനെയാണ് നിശ്രേയസ് എന്ന് പറയുന്നത്. എന്തെന്തർത്ഥം? മോക്ഷസ് തത്ഫലം ഇത്യർത്ഥ. നിശ്രേയസമായിരിക്കുന്ന ഫലമാണ് നിശ്രേയസ ഫലം എന്ന് പറയുന്നത്. മോക്ഷമായിരിക്കുന്ന ഫലം ആണ് ബ്രഹ്മവിജ്ഞാനത്തിന്റെ കാര്യം. അതായിരിക്കട്ടെ മറ്റൊരു അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നില്ല. ബ്രഹ്മവിജ്ഞാനം ച സ്വ ഉത്പത്തി വ്യതിരിക്തം അനുഷ്ഠാനം ന അപേക്ഷത ഇത്യാഹ. ബ്രഹ്മവിജ്ഞാനമായിരിക്കട്ടെ സ്വ ഉത്പത്തി വ്യതിരിക്തമായിട്ട് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നില്ല. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ കർമ്മമാണ്. ജ്ഞാനം അതിന്റെ ഉത്പത്തിക്ക് കർമ്മത്തെ അപേക്ഷിക്കുന്നുണ്ട്. സർവാപേക്ഷാദി യജ്ഞാദി ശ്രുതേരശ്വത് എന്നുള്ള ശ്രുത്യനുസാരം ബ്രാഹ്മണ വിവിധിഷന്തി യജ്ഞന ദാന തപസ അനാശകൻ ഇത്യാദി ശ്രുതിക്കനുസരിച്ച് സൂത്രമാണ് അത്. ആദ്യം പറഞ്ഞ സൂത്രമാണ്. ഇതിപ്പോൾ ശ്രുതി. ഇതിനൊക്കെ അനുസരിച്ച് സർവാപേക്ഷ യജ്ഞാദി ശ്രുതരശ്വത് സൂത്രമാണ്. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ച് എന്ത് പറയാൻ പറ്റും? ബ്രഹ്മജ്ഞാനം സ്വന്തം ഉത്പത്തിക്കായിട്ട് കർമ്മത്തെ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഫലം കൊടുക്കാനായിട്ട് ഒന്നിനെ അപേക്ഷിക്കുന്നില്ല. സോ ഉത്പത്തി വ്യതിരിക്ത അനുഷ്ഠാനം എന്നാ അപേക്ഷതേ. ആര്? ജ്ഞാനം. ബ്രഹ്മജ്ഞാനം സ്വന്തം ഉത്പത്തിയിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നില്ല. എന്ത് കൊടുക്കാൻ? കൈവല്യം കൊടുക്കാൻ. അപ്പൊ കൈവല്യം കൊടുക്കാൻ ജ്ഞാനം തന്റെ ഉത്പത്തിയെ അപേക്ഷിക്കുന്നുണ്ട്. തന്റെ ഉത്പത്തി നടന്നില്ലെങ്കിൽ എങ്ങനെ കൈവല്യം കൊടുക്കും? കൈവല്യം വിളിച്ചു കൊടുക്കുവോ? കൈവല്യം എങ്ങനെയാണ്? ജ്ഞാനത്തോടുകൂടി അജ്ഞാനം നഷ്ടപ്പെട്ടാൽ കൈവല്യം സംഭവിച്ചു. കാരണം കൈവല്യം എന്നുള്ളത് ബ്രഹ്മസ്വരൂപമാണ്. ബ്രഹ്മസ്വരൂപം ജീവന്റെ സ്വരൂപമാണ്. സ്വരൂപം ഒരിക്കലും മറ്റൊരാളുടെ നിന്ന് കിട്ടേണ്ടതല്ല, തന്റെ സ്വരൂപം തന്നെയാണിത്. തനിക്ക് വേറെ സ്വരൂപം. ഗുരുവിന് ചില ഗുരുക്കന്മാരുണ്ടല്ലോ, മക്കളെ ഗുരുവിന്റെ സ്വരൂപം അറിഞ്ഞോളൂ, സ്വരൂപം പറയാൻ പറ്റത്തില്ല. നിങ്ങളെ സ്വരൂപം അറിഞ്ഞോളൂ. നിങ്ങളെ സ്വരൂപം ഗുരുവിന്റെ സ്വരൂപം ഈശ്വര സ്വരൂപം തമ്മിൽ എന്ത് വ്യത്യാസം? ഒറ്റ സ്വരൂപമേ ഉള്ളൂ. ആ സ്വരൂപം ആവൃതമായതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ ഒരു ജ്ഞാനം ആവശ്യമുണ്ട്. അപ്പൊ ജ്ഞാനം ആവരണത്തെ നശിപ്പിച്ചുകൊണ്ട് പിന്മാറി. കൈവല്യത്തെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കൈവല്യം നിത്യവും അവൻ ഓരോ ജീവന്റെയും സ്വരൂപമായിരുന്നു. ആയതിനാൽ അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഭാഷ്യത്തിൽ പറഞ്ഞത്. എന്നുവെച്ച അനുഷ്ഠാനാന്തരാപേക്ഷം എന്നുള്ളത്. ഈ ഭാഗം കഴിഞ്ഞു. ഇനി സ്വരൂപത്തോ ഹേതുതശ്ച ഫലഭേദാത് ന സമുച്ച ഇതി ഭാവഃ. മൂന്നെടുത്തോ. സ്വരൂപതോ ഭേദാത്, ഹേതുതശ്ച ഭേദാത്, ഫലഭേദാത്. നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? ഫലത്തിന്റെ ഭേദമായിരുന്നു.
അല്ലേ? ഒന്ന് അഭ്യുദയമാണ് ഫലം, ഒന്ന് നിശ്രേയസമാണ് ഫലം. പിന്നെന്തായി? അതിന്റെ ഹേതുക്കളും ഭിന്ന ഭിന്നമാണ്. അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്ന ധർമ്മജ്ഞാനമാണ് അഭ്യുദയത്തിന്റെ കാരണം. അനുഷ്ഠാനത്തെ അപേക്ഷിക്കാത്ത ബ്രഹ്മജ്ഞാനമാണ് നിശ്രേയസത്തിന്റെ കാരണം. പിന്നെന്താ? സ്വരൂപതോ ഭേദാത്. സ്വരൂപം എന്താണ്? ഒന്ന് നിത്യമായിരിക്കുന്ന സ്വരൂപമാണ്, ഒന്ന് അനിത്യമായിരിക്കുന്ന സ്വരൂപമാണ്. ആണോ? അതായത് അഭ്യുദയം എന്നുള്ള സ്വർഗാദി ഫലം അനിത്യമാണ്. പൂർവമീമാംസയിലൂടെ കാണുമ്പോൾ അത് നിത്യമായിട്ട് കാണാം. അപാമ സോമം അമൃത അഭൂമ, അമൃതം വൈ ചാതുർമാസി ആജിനോ ഭവന്തി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ശ്രുതിയിലൂടെ കാണാം. പക്ഷെ അവിടെ മുഖ്യാമൃതത്വമായിട്ട് ഗണിക്കത്തില്ല. അതിനൊക്കെ കാരണം മുന്നോട്ട് പറയാം. ജിജ്ഞാസ്യ ഭേദം വിവൃണോതി. ഇനി നമ്മള് ജിജ്ഞാസയുടെ വിഷയമായിരിക്കുന്ന ജിജ്ഞാസ്യത്തിന്റെ ഭേദത്തെ അവതരിപ്പിക്കുകയാണ്. അതായത് ധർമ്മ ജിജ്ഞാസയുടെ ജിജ്ഞാസ ഏതാണ്? ധർമ്മം. ബ്രഹ്മ ജിജ്ഞാസയുടെ ജിജ്ഞാസ്യൻ ബ്രഹ്മ. ഇവ തമ്മിലുള്ള സ്വരൂപത്തിലുള്ള വ്യത്യാസം പറയാൻ പോവാണ്. എന്താണ്? ഭാഷ്യം കാണ്. ഭാഷ്യം 35-ാം പേജിലെ ഭവ്യശ്ച ധർമ്മോ ജിജ്ഞാസ്യോ ന ജ്ഞാനകാലേ അസ്തി പുരുഷ വ്യാപാര തന്ത്രത്വാത്. ഭവ്യം എന്ന് പറഞ്ഞാല് സാധ്യം എന്നർത്ഥം. ടീക്കേ? ഭവതീതി ഭവ്യ എന്നർത്ഥം ചെയ്യും. ഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ സിദ്ധമല്ല, ഭവിക്കുന്നതാണ്. അതിപ്പം ഭവിച്ചോ എപ്പം ഭവിച്ചോ എന്ന് ഇവിടെ ചോദ്യമല്ല. ഭവിക്കുന്നതാണെങ്കിൽ അത് നിത്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി? സാധ്യമായി മാറി. അപ്പം ഭവ്യം എന്ന് പറഞ്ഞാൽ സാധ്യം എന്നർത്ഥം. ധർമ്മോ ജിജ്ഞാസ്യോ, ജിജ്ഞാസ്യമായിരിക്കുന്ന ധർമ്മം എന്നുള്ളത് ഭവ്യമാകുന്നു. രണ്ട് ജിജ്ഞാസ്യം ഉണ്ടല്ലോ. ജിജ്ഞാസ്യം ധർമ്മമുണ്ട്, ജിജ്ഞാസ്യം ബ്രഹ്മമുണ്ട്. ജിജ്ഞാസ്യമായിരിക്കുന്ന ബ്രഹ്മ എവിടത്തെ? ഉത്തരമീമാംസയുടെ ഫലമാണ്, ഉത്തരമീമാംസയുടെ ജിജ്ഞാസ്യമാണ്. പൂർവമീമാംസയുടെ ജിജ്ഞാസ്യം ഏതാണ്? ധർമ്മമാണ്, അത് ഭവ്യമാണ്. അപ്പൊ എന്ത് പറ്റും? ന ജ്ഞാനകാലേ അസ്തി. അതായത് പൂർവമീമാംസ ചിന്തനം നടന്നിട്ട് ജ്ഞാനം ഉണ്ടാവുന്നുണ്ടല്ലോ. ഏതിന്റെ? ധർമ്മത്തിന്റെ ജ്ഞാനം. ആ ധർമ്മജ്ഞാനം എന്നുള്ളത് ധർമ്മത്തെ വിശദീകരിക്കുന്ന ജ്ഞാനം മാത്രമാണ്. ആ ധർമ്മജ്ഞാനകാലത്തില്ല പോലും. ശരിയാണോ? കർമ്മം ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പുണ്യമാണ് ധർമ്മം. അതിനെക്കുറിച്ച് പൂർവമീമാംസയിലൂടെ പറയുമ്പോൾ കേട്ട് മനസ്സിലാക്കാൻ പറ്റില്ലേ? ടീക്കേ? അതായത് ഈ കർമ്മത്തിൽ നിന്ന് പുണ്യം ഉത്പന്നമാവുന്നു. അപ്പൊ പുണ്യത്തെക്കുറിച്ചുള്ള അറിവുണ്ടായില്ലേ? ആ പുണ്യത്തെക്കുറിച്ചുള്ള അറിവുണ്ടായതോടുകൂടി പുണ്യസിദ്ധമായില്ലേ? ഇല്ല. പക്ഷേ ബ്രഹ്മമീമാംസ സ്ഥലത്ത് നിങ്ങളെ വാക്യത്തിലൂടെ അത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇന്ന സ്വരൂപമാണ് ബ്രഹ്മത്തിന് എന്നുള്ളത്. ആ വാക്യത്തിൽ നിന്ന് ബ്രഹ്മജ്ഞാനം ഉണ്ടാകുമ്പോഴേക്കും ആ ധർമ്മ ജിജ്ഞാസയുടെ ഫലം സിദ്ധിച്ചോ? സിദ്ധിച്ചു. അതാണ് വ്യത്യാസം. അവിടത്തെ ജ്ഞാനം ഇവിടത്തെ ജ്ഞാനം രണ്ട് സംഭവിച്ചു. പക്ഷെ ഇവിടെ ജ്ഞാനാനന്തരം ആ പറഞ്ഞിരിക്കുന്ന ധർമ്മമായിരിക്കുന്ന പുണ്യത്തിന് പ്രയത്നം ആവശ്യമുണ്ട്. ഇവിടെ ബ്രഹ്മജ്ഞാന സ്ഥലത്ത് ബ്രഹ്മജ്ഞാനത്തോടുകൂടി ബ്രഹ്മസ്വരൂപ സമ്പന്നമായി. ഈ ബ്രഹ്മസ്വരൂപജ്ഞാനവും, അതായത് നോക്കിക്കോ, ബ്രഹ്മവിചാര സ്ഥലത്ത് എവിടെ എത്തിച്ചേരും? ബ്രഹ്മജ്ഞാനത്തിൽ എത്തിച്ചേരും. ആ ബ്രഹ്മജ്ഞാനത്തിൽ എത്തിച്ചേരുന്നതോടുകൂടി ബ്രഹ്മജ്ഞാനം എന്നുള്ള ഫലവും സിദ്ധമായി. ഈ ബ്രഹ്മജ്ഞാനം എന്നുള്ള ഫലം സിദ്ധമാകുക, ഒന്ന് ശാസ്ത്രത്തിൽ നിന്ന് ബ്രഹ്മജ്ഞാനം നേടുക. ഈ രണ്ട് ജ്ഞാനം ഒന്നാണോ? അല്ല, രണ്ടും രണ്ടാണോ? ബ്രഹ്മാകാര വൃത്തി തന്നെയാണോ ബ്രഹ്മസ്വരൂപം? ഈ ശാസ്ത്രത്തിൽ നിന്ന് ബ്രഹ്മാകാര വൃത്തി ജനിക്കുമോ എന്ന് ആദ്യം പറ. ഘടം ഒന്ന് വേറെ, ഘടാകാര വൃത്തി ഒന്ന് വേറെ. വൃത്തി എന്ന് വെച്ചാൽ അന്ധക്കരണത്തിന്റെ വൃത്തി ജ്ഞാനം എന്നർത്ഥം. ഘടത്തെ നമ്മൾക്ക് അറിയാൻ പറ്റുമോ? ഇത് ഘടമാണ് എന്ന് അറിയാൻ പറ്റും. ബ്രഹ്മത്തെ നമ്മൾക്ക് അറിയാൻ പറ്റുമോ? അയമാത്മാ ബ്രഹ്മ എന്ന്? പാടില്ല. ബ്രഹ്മം അങ്ങനെയാണോ? പാടുണ്ട്. മനസ്സിലായോ? എങ്കിൽ മാത്രമേ അജ്ഞാനം നഷ്ടപ്പെടത്തുള്ളൂ. ഈ ബ്രഹ്മജ്ഞാനം എന്നുള്ള അന്ധക്കരണത്തിന്റെ വൃത്തിയാണ്. ഇത് നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഇത് നഷ്ടപ്പെടുന്നതോടുകൂടിയല്ല, മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഒന്നിച്ച് സംഭവിക്കും. ഉദാഹരണ സ്ഥലത്ത് രണ്ടെണ്ണം വരും. അതായത് ഘടജ്ഞാനം സ്ഥലത്ത് ഘടത്തിന്റെ അജ്ഞാനം നഷ്ടപ്പെട്ടു. പക്ഷെ ഘടത്തിന്റെ ജ്ഞാതാവ് ഘടം ആവത്തില്ല. കാരണം ഘടം ജ്ഞാതാവിൽ അധ്യസ്ഥം മാത്രമാണ്.
നിങ്ങൾക്ക് ജ്ഞാതാവിലാണ് ബ്രഹ്മത്തിലല്ലേ? ബ്രഹ്മ ജ്ഞാതാവ് ഒന്ന് തന്നെയാണ് ഞങ്ങളുടെ സിദ്ധാന്തത്തിൽ. ठीक है. പക്ഷേ അടുത്തത്, ബ്രഹ്മജ്ഞാനത്തോടുകൂടി അജ്ഞാനം നഷ്ടപ്പെട്ടാൽ ജ്ഞാതാവ് ബ്രഹ്മമായി മാറും. കാരണം അജ്ഞാനം മാത്രമായിരുന്നു അബ്രഹ്മമാവാനുള്ള കാരണം. ആ അബ്രഹ്മമാവാനുള്ള അജ്ഞാനം നഷ്ടപ്പെടുന്നതോടുകൂടി ജ്ഞാതാവ് ബ്രഹ്മസ്വരൂപമായി മാറി. ഓക്കെ. എന്നപ്പോൾ ജ്ഞാനകാലത്ത് ഫലം സിദ്ധിക്കുമോ? ബ്രഹ്മവിചാര സ്ഥലത്ത് സിദ്ധിക്കും. ധർമ്മമീമാംസ സ്ഥലത്ത് ജ്ഞാനകാലത്ത് ധർമ്മമായിരിക്കുന്ന ഫലം സിദ്ധിക്കത്തില്ല, അത് ഭവ്യമാണ്. വേദാന്ത വിചാരത്തിന്റെ സാധ്യമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപം ഭവ്യമല്ല, സിദ്ധമാണ്. സിദ്ധമാണെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് ജ്ഞാനം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഫലം കിട്ടേണ്ടതല്ലേ? അല്ല, അജ്ഞാനം ഇരിക്കുന്നത് കൊണ്ട് ഫലം ഉണ്ടായിട്ട് പോലും ഫലം ഇല്ലാത്തതുപോലെ വ്യവഹരിക്കുന്നു എന്ന് മാത്രമാണ്. ആ വ്യവഹാരം മാറി കിട്ടുന്നല്ലാതെ വാസ്തവത്തിൽ സ്വരൂപത്തിൽ ഒരു ഭേദം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പറഞ്ഞത് പുരുഷ വ്യാപാര തന്ത്രത്വാത്, പുരുഷന്റെ വ്യാപാരം ഹേതുവായിട്ടാണ് എന്ത് വരുന്നത്? ധർമ്മം വരുന്നത്. ടീക്ക നോക്കിനി, ഭവതീതി ഭവ്യ, ഭവിക്കുന്നതിനെയാണ് കർത്തരിത്രിച്ച് പ്രത്യേകം നടത്തിയതാണ്. നുൾത്തൃച്ചോ സൂത്രം കൊണ്ട്. അപ്പോൾ ഭവിക്കുന്നതിന് നമുക്ക് ഭവ്യം എന്ന് പറയാം. അന്നേരം കർത്തരി എന്ന് പറഞ്ഞ ഉദ്ദേശം മനസ്സിലായോ? ആ കർത്താവിന്റെ അർത്ഥത്തിലാണ് ആ പദം വന്നിരിക്കുന്നത്. ഭവനത്തിന്റെ കർത്താവാണ്, അതിനാണ് ഉത്പത്തി വരാൻ പോകുന്നത്. ഉത്പത്തി വരുന്നത് അത് സാധ്യമാണ്. സാധ്യം ഏതിലാണ് വരുന്നത്? ആ ഉത്പത്തിയുടെ കർത്താവായിട്ട് മാറുക. അതുകൊണ്ടാണ് അവൻ സാധ്യമായി മാറുന്നത്. സാധ്യത്യർത്ഥ സാധ്യത്തെ ഹേതുമാഹ, അത് സാധ്യമാണ് എന്ന് പറയാൻ കാരണം എന്താ? ജ്ഞാനകാലേ നാസ്തി. ठीक है. ബ്രഹ്മ ജ്ഞാനകാലത്ത് ഉണ്ടായിരുന്നു, ധർമ്മ ജ്ഞാനകാലത്ത് ഇല്ല. തർഹി തുച്ഛത്വം, ജ്ഞാനകാലത്ത് ഇല്ല എങ്കിൽ പിന്നെ തുച്ഛമല്ലേ? ഇപ്പൊ പറയാണ് നേത്യഹ, അല്ല, പിന്നെ പുരുഷന്റെ വ്യാപാരത്തിൽ നിന്ന് അത് ഉത്പന്നമാകും. പുരുഷ വ്യാപാരം ഹേതുവായിട്ട് സമ്പന്നമാകും അർത്ഥം. ठीक है തന്നെ. പുരുഷ വ്യാപാര എന്ന് പറയല് പ്രയത്ന, പുരുഷന്റെ വ്യാപാരം പ്രയത്നമാണ്. തന്ത്രം എന്ന് പറയാൻ ഹേതു യസ്യ, യാതൊന്നിൻ്റെതാണോ എന്ന് പറയാം, യാതൊരു ധർമ്മത്തിൻ്റെതാണോ ഹേതു പുരുഷ വ്യാപാരം. പുരുഷ വ്യാപാരത്തിൽ നിന്ന് ഉത്പന്നമാവുന്ന പുണ്യമാണ് ഈ ധർമ്മം എന്നുള്ളത്. അപൂർവം എന്ന് പറയും. തത്വാത്, തത്വം എവിടെ ചേർക്കണം? തന്ത്രത്വാത്, തന്ത്രം എന്ന് പറഞ്ഞാല് ഹേതു എന്നർത്ഥം. പുരുഷന്റെ വ്യാപാരം തന്ത്രമായിരിക്കുന്നത് യാതൊരു ധർമ്മത്തിൻ്റെതാണോ ആ ധർമ്മമാണ് പുരുഷ വ്യാപാര തന്ത്ര. ആ ധർമ്മത്തിലിരിക്കും പുരുഷ വ്യാപാര തന്ത്രത്വം. കൃതി സാധ്യത്വാത്, കൃതിജനക ജ്ഞാനകാലേ ധർമ്മസ്യ അസത്വം നതു തുച്ഛത്വാദിത്യർത്ഥ. പൂർവപക്ഷ ആക്ഷേപം ചേർന്ന് തുച്ഛമല്ലേ? അപ്പൊ അതിന് ഉത്തരം പറയാണ്. കൃതി സാധ്യം, കൃതി എന്ന് പറഞ്ഞാൽ നൈയായികന്മാർ പറയും ആത്മാവിൽ കൃതി വന്നിട്ട് ശരീരത്തിൽ പ്രയത്നം വരുന്നു. ഇവിടെ അങ്ങനെ രണ്ട് ഭേദം ചെയ്യുന്നില്ല. ठीक है. കൃതി പ്രയത്നത്തെ അർത്ഥമുള്ളൂ. കൃതി സാധ്യത്വാത്, ധർമ്മം കൃതി സാധ്യമായതിനാൽ കൃതി ജനക ജ്ഞാനകാലേ, പ്രയത്നത്തിന്റെ ജനകനായി, യാഗത്തിലെ പ്രവൃത്തിയാണ് ഉദ്ദേശിച്ചത്. അതിന്റെ ജനകനായിരിക്കുന്ന യാഗവിഷയക ജ്ഞാനം അല്ലെങ്കിൽ ധർമ്മവിഷയക ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് ധർമ്മസ്യ അസത്വം, ധർമ്മം ഇല്ലെന്നേ ഉള്ളൂ. നതു തുച്ഛത്വം, തുച്ഛം ഒരിക്കലും ഇല്ലാത്ത വസ്തുവല്ല. ആ സമയത്ത് ഇല്ലെന്നെങ്കിലും നമ്മൾക്ക് പ്രയത്നം ചെയ്തിട്ട് നേടാമെന്നർത്ഥം. അതുകൊണ്ടാണ് അപൂർവം എന്ന് പറയുന്നത്. എന്നാ പൂർവവർത്തി, മുമ്പുണ്ടായിരുന്നില്ല, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബ്രഹ്മണോ ധർമ്മ വൈലക്ഷണ്യമാഹ, എന്നാൽ ബ്രഹ്മത്തിന് ആയിരിക്കട്ടെ ധർമ്മത്തിൽ നിന്ന് വിലക്ഷണതയുണ്ട്. അതായത് ബ്രഹ്മജിജ്ഞാസയുടെ കാര്യമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനവും ധർമ്മജിജ്ഞാസയുടെ കാര്യമായിരിക്കുന്ന ധർമ്മജ്ഞാനവും തമ്മിലൊരു വൈലക്ഷണ്യമുണ്ട്. അതാണ് ബ്രഹ്മണോ ധർമാത് വൈലക്ഷണ്യം. ബ്രഹ്മത്തിന് ധർമ്മത്തിൽ നിന്ന് വിലക്ഷണതയെ പറയാണ്. ഭാഷ നോക്ക്. ഇഹ എന്നുള്ളത് എന്താണ്? ടീക്ക നോക്കിയേ. ഉത്തരമീമാംസായ എന്ന് പറഞ്ഞു. ഇവിടെ എന്നർത്ഥം. ഇവിടെ എന്നാൽ ഉത്തരമീമാംസയിലായിരിക്കട്ടെ. ഇനി ഭാഷയിൽ പോടും. ഇഹ തു എന്നുള്ളത് ആയിരിക്കട്ടെ. ഒന്നാമത്തെ പ്രസംഗത്തെ വ്യാവൃത്തി നടത്താൻ പറഞ്ഞതാണ്. ഭൂതം ബ്രഹ്മ, ഭൂതമാണ് എന്ന് പറഞ്ഞ സിദ്ധവസ്തുവാണ്, സാധ്യമല്ല, ഭവ്യമല്ല, പിന്നെയോ ഭൂതമാണ്. ബ്രഹ്മ ജിജ്ഞാസ്യം, ഏതിന് ജിജ്ഞാസ്യം? ബ്രഹ്മജിജ്ഞാസയുടെ ജിജ്ഞാസ്യം എന്താണ്? ബ്രഹ്മമാണ്. ठीक है. അതെന്തായിരിക്കട്ടെ? നിത്യവസ്തുവാണ്. ന പുരുഷ വ്യാപാര തന്ത്രം, പുരുഷ വ്യാപാര ഹേതുവായിട്ട് ഉത്പന്നമാവുന്നതല്ല ബ്രഹ്മജിജ്ഞാസയുടെ ജിജ്ഞാസ്യമായിരിക്കുന്ന ബ്രഹ്മ, മറിച്ച് നിത്യമാണ്. ധർമ്മജിജ്ഞാസയുടെ ജിജ്ഞാസ്യമായിരിക്കുന്ന ധർമ്മ ജ്ഞാനകാലത്തിലുള്ള പുരുഷ വ്യാപാരത്തിൽ നിന്ന് ഉത്പന്നമാവുന്നത് മാത്രമാണ്. ठीक. അപ്പൊ എന്ത് പറ്റി? ജിജ്ഞാസം ഭിന്ന ഭിന്നമല്ലേ? ജിജ്ഞാസം ഭിന്ന ഭിന്നമായതുകൊണ്ട് എന്ത് പറ്റത്തില്ല? ക്രമം പറ്റത്തില്ല എന്നർത്ഥം. ഇതാണ് അന്വയിക്കേണ്ടത്. ठीक. നമുക്ക് ഭൂതം അർത്ഥം പറയാണ് അസാധ്യം. അസാധ്യം എന്ന് പറയുന്ന അർത്ഥം ഇന്ന സാധ്യം, സിദ്ധമാണ്. തത്ര ഹേതുമാഹ, അസാധ്യമാണോ എന്നുള്ളതിന് ഹേതു പറഞ്ഞാണ് എന്ത്? ഭാഷ്യത്തിലെ നിത്യത്വ, നിത്യവസ്തുവാണ്, സാധിക്കേണ്ടതല്ല എന്ന് പറഞ്ഞാൽ ടീക്കയിൽ പറയാണ്
സദാ സത്വാദിത്യർത്ഥ, എപ്പോഴും നിലനിൽക്കുന്നതാണത്. അത് ഉണ്ടാക്കേണ്ട വസ്തുവല്ല. ധർമ്മം പോലെ സാധ്യാസാധ്യത്വേന ധർമ്മ ബ്രഹ്മണോഹോ സ്വരൂപഭേദമുക്ത്വാ ഹേതുതോപ്യാഹ. ഒന്ന് സാധ്യമാണ്, ഒന്ന് അസാധ്യമാണ്. ഇപ്രകാരം ബ്രഹ്മധർമ്മങ്ങൾ തമ്മിലുള്ള സ്വരൂപത്തിൽ ഭേദമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവയുടെ ഹേതുവിന്റെ കാര്യത്തിലും ഭേദമുണ്ടെന്ന് കാണിക്കുകയാണ്. ഹേതുതോപി ഭേദമാഹ, ഹേതുവിലും ഭേദമുള്ളത് കൊണ്ട് ഈ ബ്രഹ്മങ്ങൾ തമ്മിലുള്ള ഭേദം മാനിക്കണം. ഭാഷ്യം കാണുക എന്താ പറഞ്ഞത്? ന പുരുഷ വ്യാപാര തന്ത്രം. മനസ്സിലായോ? ഇത്രയും അംശം ആവശ്യമുള്ളൂ. ഇത് പുരുഷ വ്യാപാര തന്ത്രമല്ല, പുരുഷ വ്യാപാരം ഹേതുവായിട്ടുള്ളതല്ല. എന്ത്? ബ്രഹ്മ. പക്ഷെ ധർമ്മം പുരുഷ വ്യാപാര ഹേതുവായിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് ഹേതുവിൽ ഭേദമുള്ളത് കൊണ്ട് അതിന്റെ കാര്യമായിരിക്കുന്നേ, കാര്യം എന്ന് പറയാൻ പറ്റത്തില്ല, പുരുഷ വ്യാപാര തന്ത്രമല്ലാത്ത ബ്രഹ്മവും പുരുഷ വ്യാപാര തന്ത്രമായിരിക്കുന്നേ ധർമ്മവും തമ്മിൽ ഭേദമുണ്ട്. അങ്ങനെ സ്വരൂപത്തിൽ ഭേദമുള്ളതിനാൽ എന്ത് പറ്റത്തില്ല? ക്രമം പറയാൻ പറ്റത്തില്ല. ധർമ്മവത് കൃത്യധീന ഇത്യർത്ഥ. ന പുരുഷ വ്യാപാര തന്ത്രത്തിന് അർത്ഥം പറയാണ്, ധർമ്മം പോലെ കൃതിക്ക് അധീനമായിട്ടുള്ളതല്ല ബ്രഹ്മ. മാനതോപി ഭേദമാഹ. മാനം എന്ന് പറയുന്ന അർത്ഥം പ്രമാണം. പ്രമാണം, മാനം പ്രമാണം. അപ്പൊ പ്രമാണത്തിന്റെ കാര്യത്തിലും ഭേദമുണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പൂർവമീമാംസയിൽ ഉപയോഗിക്കുന്ന പ്രമാണങ്ങളും ഉത്തരമീമാംസയിൽ ഉപയോഗിക്കുന്ന പ്രമാണങ്ങൾ എന്തായിരിക്കും അവിടെ? പൂർവമീമാംസയിൽ ഉത്തരമീമാംസയിലും പ്രമാണങ്ങൾ എന്തായിരിക്കും? പൂർവമീമാംസയും ഉത്തരമീമാംസയും പ്രമാണം അത് തന്നെയല്ലേ? ശാസ്ത്രം തന്നെയല്ലേ? പൂർവമീമാംസയുടെ കാര്യത്തിൽ പ്രമാണം എന്താണ്? പൂർവമീമാംസ പ്രതിപാദ്യമായിരിക്കുന്ന വസ്തുവിന്റെ കാര്യത്തിലാണ് ചോദിക്കുന്നത്. വാക്യങ്ങള് പൂർവമീമാംസയുടെ കാര്യത്തിൽ എന്ന് പറയാം, പൂർവമീമാംസ പ്രതിപാദ്യമായിരിക്കുന്ന ധർമ്മത്തിന്റെ കാര്യത്തിൽ ധർമ്മപ്രതിപാദക വാക്യവും ഉത്തരമീമാംസയുടെ പ്രതിപാദ്യമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ കാര്യത്തിൽ ബ്രഹ്മപ്രതിപാദക വാക്യവുമാണ് പ്രമാണമാകുന്നത്. വാക്യമാണ് പ്രമാണം, ശബ്ദമാണ് പ്രമാണം. അതുകൊണ്ട് ഉപദേശം ശബ്ദത്തിൻ്റെതേ കൊടുക്കത്തുള്ളൂ. അനുഗ്രഹം കൊടുക്കുന്ന തഥാസ്തു എന്ന് പറഞ്ഞിട്ട് ഗുരുവിന് ഒളിച്ചോടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ കഠോപനിഷത്തിലും നിങ്ങൾ സംവാദം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ തൈത്തരീയത്തിൽ പോടുക, ഭൃഗുവായിട്ടുള്ള സംവാദം കാണാം. അതേപോലെ നാരദനും സനത്കുമാറും തമ്മിൽ സംവാദം കാണാം. പറഞ്ഞു കൊടുത്ത് ചോദിച്ച് ഇങ്ങനെ അവധാരണത്തിൽ എത്തിച്ചേരുകയാണ്, യഥാർത്ഥ ജ്ഞാനത്തിൽ എത്തിച്ചേരുകയാണ്. അതായത് ഞങ്ങളിപ്പോ ഋഷികേശ് നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഗുരുഭായിമാര് പോലും വേറെ സ്ഥലത്ത് നിന്ന് കൂടുതൽ പഠിച്ചു പോയതിന്റെ തകരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ചിലര് പഠിപ്പിക്കുന്ന തരത്തിന് ഉപാസനയാണ് മുഖ്യമായിട്ട് വെക്കുക. എന്നിട്ട് അവർ പറയും ഇത്രയും പഠിച്ചുകൊണ്ട് തീർന്നോ, പിന്നെ എന്ത് ചെയ്യണം? ഉപാസന നടത്ത്. അവിടെയാണ് തെറ്റിപ്പോകുന്നത്. ശ്രദ്ധിക്കുക. ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് ജ്ഞാനം ഇല്ല എന്നല്ല, പക്ഷെ ഈ ജ്ഞാനം സമ്പൂർണമാവുന്നില്ല അജ്ഞാനനാശത്തിന്. അതുകൊണ്ടാണ് മനന നിരുധ്യാസനത്തിലേക്ക് പോകുന്നത്. എപ്പോഴാണ് മനന നിരുധ്യാസന ശ്രവണാദികളിലൂടെ ജ്ഞാനം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്രമാത്രം അജ്ഞാനം അന്ധകാരത്താൽ മൂടപ്പെട്ടിരിക്കുന്നുവോ അത്രയും നമ്മൾക്ക് ഈ വസ്തുവിനെ അറിയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നിരന്തരം ശ്രവണ മനന നിരുധ്യാസനം ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ ഇത് ചെയ്ത് വെച്ചിട്ട് ഉപാസന എന്ന് പറഞ്ഞ വേറൊരു കാര്യം ചെയ്യാനില്ല. കാരണം നമ്മുടെ കൂടെ നടക്കുന്നവന്മാർ പോലും ചോദിക്കുന്ന ഒരു കാര്യമാണിത്. ഇത് പഠിച്ചുകൊണ്ടായോ? പലരും ചോദിക്കും പഠിച്ചുകൊണ്ടായോ? പഠിച്ചുകൊണ്ടായിട്ടില്ല. സ്ഥിരം പഠിച്ചുകൊണ്ടിരിക്കണം, അതിന്റെ വിചാരം ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ മനന നിധിധ്യാസനം ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ ഒരു കാര്യത്തിൽ കേവല പുസ്തക പഠനമല്ല, ഇരുന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ വിചിന്തനം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും പഠിക്കുന്ന സമയത്ത് കൂടുതൽ സ്പഷ്ടമാവും വിഷയം. നിങ്ങൾ നടത്തുന്ന ഉപാസനാ സ്ഥലം നേരിട്ട് എടുത്തിട്ട് വിചാര സ്ഥലത്ത് വെക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു വസ്തുബോധം ഇല്ലെന്നല്ല, അത് കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് സ്പഷ്ടമാവുന്നു എന്നേ ഉള്ളൂ. ഈ സ്പഷ്ടത കൂടുതലാവണമെങ്കിൽ നിങ്ങൾ നിരുധ്യാസന സ്ഥലത്ത് ഇരിക്കാൻ ശ്രമിക്കും. കാരണം ഒന്നുമില്ല പക്ഷെ ശൂന്യമല്ല. പിന്നെ എന്താ? ഇതുവരെ അറിഞ്ഞിട്ടില്ല സാർ. പിന്നെ ശാസ്ത്രത്തിൽ നിന്ന് ഉൾക്കൊണ്ട ബുദ്ധിയുടെ വിഷയത്തിൽ ചിത്തത്തെ ഇരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിരുധ്യാസന സ്ഥലം. അതല്ലാതെ കിണ്ടിയും വിളക്കായിട്ട് ഇറങ്ങുകയോ ഉപാസന ചെയ്യുകയോ അല്ല മക്കളെ. സാർ, ഉപാസനയ്ക്ക് ഇവിടെ ഒരു സ്ഥാനവും ഇല്ല. വിചാരം ചെയ്യുന്ന ആൾക്കാർ വേറെ തന്നെയാണ്. ഇനി ഭാഷ്യം കാണും. 2-ാം പംക്തി 35-ാം പേജ്. ചോദന പ്രവൃത്തി ഭേദാച്ച. ഇത്രയും സംഗ്രഹവാക്യം എടുത്ത് പറയുകയാണേ. ചോദന എന്ന് പറഞ്ഞാല് ശരിക്കും വിധിവാക്യം എന്ന് നിങ്ങൾക്ക് ഇനി 67-ാമത്തെ പേജിലൊക്കെ കാണാം പൂർവമീമാംസാ സിദ്ധാന്തം. ഇവിടെ ഇപ്പോൾ വിധിവാക്യം എന്നൊന്നും ഇതിന് അർത്ഥമില്ല. അജ്ഞാതജ്ഞാപകം വാക്യം എന്നേ അർത്ഥമുള്ളൂ. അത് കർമ്മമീമാംസാ സ്ഥലത്തും
ബ്രഹ്മമീമാംസ സ്ഥലത്തും അജ്ഞാതമായിരിക്കുന്ന കാര്യങ്ങളെ തന്നെയാണ് അറിയിക്കുന്നത്. അതായത് സ്വർഗത്തിലേക്ക് പോകാൻ ദർശപൂർണ മാസാദി യാഗങ്ങളാണ് കാരണം എന്നുള്ളത് ലോകപ്രസിദ്ധമല്ല. അതുകൊണ്ട് അവയെക്കുറിച്ച് പറയുന്ന പൂർവമീമാംസ ശാസ്ത്രവും അജ്ഞാത ജ്ഞാപകങ്ങളാണ്. തത്വമസി, അയമാത്മാ ബ്രഹ്മ, ഈ കാര്യങ്ങളൊന്നും, ഈ വാക്യത്തിന്റെ കാര്യങ്ങളായിരിക്കുന്ന നീ ബ്രഹ്മസ്വരൂപമാകുന്നു എന്നുള്ളത് ലോകപ്രസിദ്ധമല്ല. ബ്രഹ്മവസ്തു ലോകപ്രസിദ്ധമാണ്. കാരണം ബ്രഹ്മവൃദ്ധ ധാതുവിൽ നിന്ന് നമുക്ക് വ്യാപക ബ്രഹ്മത്തെ സിദ്ധിച്ചെടുക്കാൻ പറ്റും. അപ്പൊ പദത്തിലൂടെ തന്നെ പദാർത്ഥ ബോധം ഉണ്ടാവുന്നുണ്ട്, അവിടെ ബ്രഹ്മബോധം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ ബ്രഹ്മബോധം അജ്ഞാനത്തിന് നാശകനല്ല. ഒന്ന്, ആത്മാവിന്റെ ജ്ഞാനം എല്ലാവർക്കും ഉള്ളതാണ്. അഹം, ഞാൻ എന്നുള്ള ബോധത്തിന്റെ വിഷയമായിട്ടിരിക്കുന്ന ആത്മാ, അത് സാക്ഷി സ്വരൂപൻ, എല്ലാവർക്കും ബോധമുള്ള വസ്തുവാണ്. ഇത് രണ്ടറിഞ്ഞാലും നിങ്ങൾക്ക് ബ്രഹ്മാകാര വൃത്തി വരത്തില്ല. അതിനാണ് ശാസ്ത്രം വരുന്നത്. ഈ ഒരു പ്രസംഗം നിങ്ങൾക്ക് ഗീതയുടെ തുടക്കത്തിൽ തന്നെ കാണാം. അപ്രസിദ്ധ വസ്തുവിനെ അറിയാനാണോ പ്രസിദ്ധ വസ്തുവിനെ അറിയാനാണോ? അപ്രസിദ്ധ വസ്തുവാണെങ്കിൽ പിന്നെ എങ്ങനെ അറിയാൻ പറ്റും? പ്രസിദ്ധ വസ്തുവാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ പ്രവൃത്തി? അന്നേരം പറയും പ്രസിദ്ധമാണെങ്കിലും ഇത് ആവൃതനായിരിക്കുന്ന സ്വരൂപം മാത്രമാണ് പ്രസിദ്ധമായത്. അതാണ് നീ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ആരാന്ന് നമുക്ക് ഉത്തരം തരുന്ന സാധനം. ഇവിടെ നിങ്ങൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അജ്ഞാനം നഷ്ടപ്പെടത്തില്ല എന്ന് പറയാൻ കാരണം ഇതാണ്. ഞാനല്ല, അത് ഭാഷ്യകാരൻ വിശദീകരിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു വെക്കുകയും ചെയ്ത കാര്യമാണ്. അതിന് ഉല്ലംഘനം നടത്തിയിട്ട് നമ്മൾക്കൊരു സിദ്ധാന്തം ഉണ്ടാകാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് സിദ്ധാന്ത വിരുദ്ധമായിരിക്കുന്ന കാര്യത്തെ എതിർക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ഇല്ല ഞങ്ങളെ കൾട്ടാണിത്, കൾട്ട് കൊണ്ടുവരണോ? കൾട്ടിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശാസ്ത്രീയമായിരിക്കുന്ന ഒരു വീക്ഷണത്തിലൂടെ തല്ലുകൊള്ളേണ്ടി വരും കൾട്ടുകാർക്ക്. അപ്പം ചോദന എന്ന് പറഞ്ഞാൽ അജ്ഞാത ജ്ഞാപക വാക്യമാണ്. അതിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ജ്ഞാപകത്വം എന്നാണ്. അതായത് വാക്യങ്ങൾ അത് പൂർവകാന്ഡമായിരിക്കട്ടെ ഉത്തരകാന്ഡമായിരിക്കട്ടെ, രണ്ട് വാക്യങ്ങളും ജ്ഞാനത്തെ ജനിപ്പിക്കുന്നില്ലേ? ഉണ്ട്. ആ ജ്ഞാനത്തെ ജനിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് വാക്യങ്ങളിൽ എന്തുണ്ടായിരിക്കും? അജ്ഞാത ജ്ഞാപകത്വം. ഈ അജ്ഞാത ജ്ഞാപകത്വത്തിന്റെ കാര്യത്തിൽ ഭേദമുണ്ട് എന്നാ പറയുന്നത്. ഒന്ന് അജ്ഞാതമായിരിക്കുന്ന സ്വർഗാദികളെ ബോധിപ്പിക്കും, മറ്റൊന്ന് ജീവന്റെ ബ്രഹ്മവുമായിട്ടുള്ള ഐക്യത്തെ ബോധിപ്പിക്കും. ഇല്ലാത്ത ഐക്യത്തെ ഉണ്ടാക്കി കൊടുക്കുകയല്ല, ഉള്ള ഐക്യത്തെ ബോധിപ്പിക്കുക മാത്രമേ ഉള്ളൂ. ബോധിപ്പിച്ചാലോ അബോധം നഷ്ടപ്പെട്ടു പോകും, എന്ന് പറഞ്ഞാൽ അജ്ഞാനം നഷ്ടപ്പെട്ടു പോകും. പിന്നെന്തുണ്ട്? ഒന്നും ഉണ്ടാവാനില്ല. ഇവിടെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത്. അതെങ്ങനെയാ? ശാസ്ത്രനാമല്ലാതെ ഇങ്ങനെ നടക്കും? അറ്റ്ലീസ്റ്റ് ഒരു ഗണപതി ഹോമെങ്കിലും ചെയ്യുന്നു, ഒരു മാലയെങ്കിലും ജയിച്ചുകൂടെ നിങ്ങൾക്ക്? ഇതൊന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കരുത്, ഇത് സ്ഥലം വേറെ. അതുകൊണ്ടാണ് നമ്മൾക്കനുസരിച്ചത് വളയണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? എനിക്ക് പണ്ട് ഒരു ചൈനീസുകാരൻ വന്നിരുന്നു. അവനും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ഹൈറ്റ് ചാടി കിടക്കും, അതിന് കമ്പിയൊക്കെ പിടിച്ചു കൊടുത്തു. അവൻ പറഞ്ഞ് ചൈനീസിലാ പറയുന്നത്, അപ്പം തർജ്ജമ ചെയ്ത് കാണിക്കുകയാണ്. അവസാനം അവൻ നിലത്ത് വെച്ചു കമ്പി, അപ്പൊ അങ്ങനെ മേലെ കൂടെ ചാടി. ഇതേപോലെ ശാസ്ത്രം ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഡൗൺ ചെയ്യണം. അതിന് ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. അവർ യോഗസൂത്രത്തെ എടുത്തിട്ട് ബ്രഹ്മസൂത്രാക്കും, ബ്രഹ്മസൂത്രം എടുത്ത് യോഗസൂത്രാക്കി കാണിച്ചിട്ടും അമ്മാനമാടും. ശരിയേ? അത് ശാസ്ത്രം അറിയാത്തതിന്റെ തകരാറാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ലോർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ ഭാഗം ടീക്ക ഒന്നുകൂടെ നോക്കിയേ. അജ്ഞാത ജ്ഞാപകം വാക്യം അത്ര ചോദന. ഇവിടെ ചോദന എന്നുള്ളതിന് വിധിവാക്യം എന്ന അർത്ഥമില്ല. പല സ്ഥലത്തും വിധിവാക്യത്തിനാണ് ചോദന എന്ന് പറയാ. ടീക്കെ? ചോദന ലക്ഷണോ ധർമ്മോ, ചോദന ലക്ഷണോ അർത്ഥോ ധർമ്മ എന്നൊക്കെ നിങ്ങൾക്ക് ഇനി പൂർവമീമാംസ സ്ഥലത്ത് കാണാം. ഇവിടെ ഇപ്പോൾ അജ്ഞാത ജ്ഞാപകം എന്നാ. തസ്യാഹ പ്രവൃത്തി. അപ്പം വാക്യമാണ്. ചോദനയ്ക്ക് അർത്ഥം എന്താണ്? അജ്ഞാത വസ്തുവിനെ പ്രതിപാദിക്കുന്ന വാക്യം. അതിന്റെ പ്രവൃത്തി എന്താണ്? തസ്യാഹ പ്രവൃത്തി. ചോദനാ പ്രവൃത്തിക്ക് അർത്ഥം പറയണം. ചോദനയുടെ പ്രവൃത്തിയാണ്. അജ്ഞാത ജ്ഞാപക വാക്യത്തിന്റെ പ്രവൃത്തി എന്താണ്? ബോധകത്വം എന്നുള്ളതാണ്. അത് ബോധിപ്പിക്കൂലേ? ബോധിപ്പിക്കുന്നില്ല എന്തിരിക്കും? ബോധകത്വം. അതാണ് അതിന്റെ പ്രവൃത്തി. തത് വൈലക്ഷണ്യാത്, അതിന്റെ ഭേദമുള്ളതിനാൽ. ഏതില്? ബ്രഹ്മമീമാംസയിലെയും ധർമ്മമീമാംസയിലെയും വാക്യങ്ങളുടെ ബോധകത്വം, അജ്ഞാത ജ്ഞാപകത്വത്തിന്റെ ഭേദമുള്ളതിനാൽ ജിജ്ഞാസ്യ ഭേദ ഇത്യർത്ഥ. അതുകൊണ്ടും ജിജ്ഞാസ്യ വസ്തുവിന്റെ ഭേദം മാനിക്കണം. ജിജ്ഞാസ്യ ധർമ്മം വേറെ, ബ്രഹ്മം വേറെ. ഇങ്ങനെ ഭേദമായി കഴിഞ്ഞാൽ ക്രമം കിട്ടത്തില്ല എന്നർത്ഥം. സംഗ്രഹവാക്യം വിവരണോതി. ഈ പറഞ്ഞ സംഗ്രഹവാക്യത്തെ നോക്കണേ. സംഗ്രഹവാക്യം ആയതുകൊണ്ട് ഇൻവേർട്ട് കോമയിൽ കേട്ടോ, സംഗ്രഹിച്ച് പറഞ്ഞതാണ്. ഇത് വിശദീകരിക്കുകയാണ്. യാഹി ചോദന ധർമ്മസ്യ ലക്ഷണം സാ സ്വവിഷയേ നിയുഞ്ജാനൻ ഏവ പുരുഷം അവബോധയതി. കഷ്ടപ്പെടുത്തുന്നില്ല, നമുക്കിനി ഇതിന്റെ വിശദീകരണം നാളെ കൊണ്ടുപോകാം. സ്വാമിജി, ആ, ഈ പുരാണാദികള് ശ്രവിക്കാനുള്ളതാണോ അതോ ഈ പ്രയത്നത്തിന്റെ ആവശ്യമുള്ളതാണോ? പുണ്യം പുരാണത്തിൽ എന്താ സമ്പാദന. പറഞ്ഞു നോക്കിയല്ലേ ശ്രവിക്കേണ്ടതാണോ പ്രയത്നം നടത്തേണ്ടതാണോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നീ എന്താ കേട്ടത് അവിടെ? രാമായണം കേട്ടാൽ തന്നെ പുണ്യമാണെന്ന് പറയുന്നതും അല്ല, ഈ
പുരാണ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ കേട്ടാൽ തന്നെ പുണ്യമാണെന്ന് പറയുന്നത് അതായത് സ്വാമിജി കേൾക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് ചെയ്യാനൊക്കെ തോന്നൂലേ? അത് അന്ധകരണത്തിന് ഒരു ശുദ്ധി വരുത്തൂലേ? ഒരാൾ നല്ല വാക്യം പറഞ്ഞാല് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്ക് ഒരു നല്ല വാക്യം കേട്ടാൽ, ഒരു പാട്ട് കേട്ടാൽ പോലും, ചില രാഗങ്ങൾ പോലും മനുഷ്യനെ ശാന്തമാക്കും എന്നാ പറയുന്നത്. അല്ലേ? അല്ലാതെ ഇതെടുത്തിട്ട് നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം തരുമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പുണ്യം കിട്ടുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. എത്ര കാലം പുണ്യം സമ്പാദിച്ചിരുന്നു? ഇപ്പം പുണ്യം ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാ പുണ്യങ്ങളും ഇപ്പം പ്രകടമാവുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നിഷേധിക്കാനൊന്നും പറ്റുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ, ക്വാളിറ്റേറ്റീവ് കാര്യം പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ ഈ ധർമ്മം എന്നുള്ളത് ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റൂ. പരോക്ഷമാണ് ധർമാധർമ്മങ്ങൾ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം വാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമോ നാരായണായ.